നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമ്മളുടെ ചുറ്റിലും നിൽക്കുന്നുണ്ട്. സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഈ ഓട്ടം സ്ഥിരതയോടെ ഓടാം. ഇന്ന് സിസ്റ്റർ ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം ഒന്ന് വായിക്കണേ. ഫിലിപ്പിയർ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 14. നമുക്ക് ഇതൊക്കെ സുപരിചിതവും ബൈ ഹാർട്ട് വാക്യങ്ങളാണ്. ഫിലിപ്പിയ ലേഖനം 3:14. ആ ആ ആ ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്ന് മുൻപിലുള്ള ഒരു ലാക്കിലേക്ക് സംതിങ് എയിമിങ് ഓടുന്നു. നമ്മൾ നോക്കിയാലേ ഈ പുതിയ നിയമത്തിൽ ആത്മീയ ജീവിതത്തെ പല കാര്യങ്ങളോട് താരതമ്യപ്പെടുത്തി ഉപമിച്ചിട്ടുണ്ട്. ദേവദാസന്മാരൊക്കെ പ്രസംഗിക്കുന്നതാണ്. അതിൽ പ്രധാനമായിട്ടുള്ള 4 കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാണ് ഓട്ടം, രണ്ടാമത്തേത് യുദ്ധം അല്ലെങ്കിൽ ക്രിസ്തുയേശുവിൻ്റെ നല്ല ഭടനായി എന്നോടുകൂടി കഷ്ടം സഹിക്കുക, സോൾജിയർ. മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചെന്നാൽ കാര്യവിചാരകത്വം വഹിക്കുക, ഗ്രഹവിചാരകത്വം, സ്റ്റുവാർഡ്ഷിപ്പ്. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുയേശുവിൻ്റെ നല്ല ഗ്രഹവിചാരകന്മാർ, അത് കുടുംബ ബാക്ക്ഗ്രൗണ്ടിൽ പറഞ്ഞിരിക്കുന്നതാണ്. നാലാമത്തത് ഏറ്റവും സുന്ദരം, നമുക്കൊക്കെ ഇഷ്ടമുള്ളതാണ്, ക്രിസ്തുവിൻ്റെ കാന്ത. ഇതെല്ലാം ഒറ്റ അർത്ഥമാണെങ്കിലും ഇതിൽ ഓരോന്നിനും തനതായിട്ടുള്ള ആശയങ്ങളുണ്ട്. അതിലെ ഈ ഓട്ടത്തെക്കുറിച്ചാണ് എനിക്ക് കർത്താവ് തന്നിരിക്കുന്നത് നിങ്ങളോട് സംസാരിക്കാൻ. അന്ത്യകാല വിഷയങ്ങൾ തന്നെയാണ് അതിലും നമുക്ക് വായിക്കേണ്ട കാര്യങ്ങളുണ്ടല്ലോ. ഈ ഓട്ടം, നടപ്പ്, ഓട്ടം, ഇതാണല്ലോ ഈ മൂവ്മെൻറ്റ്, വാക്കിംഗ് ആൻഡ് റണ്ണിങ്. നടപ്പെന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ നടക്കുന്നു. ഓട്ടം അതല്ല, എന്തോ ഒരു കാര്യത്തിന് ഓടുക. ഈ പന്തയോട്ടമല്ല, അല്ലാത്ത ഓട്ടം. ഓടുന്ന എന്തെങ്കിലും അത്യാവശ്യ കാര്യം സാധിക്കാനാണ് ഓടുന്നത്. നടക്കുന്നവരെ സാധാരണ നടക്കുന്നു. അത് തന്നെയാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്. ഈ 800 കോടി ജനങ്ങളിൽ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ ഓടുക, അവർ ഈ ലോകം വിട്ട് ഓടുക. അല്ലാത്തവർ പതുക്കെ സഞ്ചാരികളാണ്, നടക്കുക. ഈ ഓട്ടത്തെക്കുറിച്ച് വാസ്തവത്തിൽ അന്തർലീനമായ ആദ്യത്തെ ആശയം പറഞ്ഞത് യാക്കോബാണ്. ഫറവോൻ്റെ മുമ്പിൽ ചെന്ന് നിന്നപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു വയസ്സെന്നായെന്ന്. അന്നേരം നവംബറിൽ എനിക്ക് ഇത്ര തികയുമെന്നല്ല പറഞ്ഞത്, എൻ്റെ പരദേശ പ്രയാണത്തിൻ്റെ കാലം. ഒരു സൗണ്ട് കണ്ടോ? പരദേശ പ്രയാണം. ആ ഓട്ടത്തെ അങ്ങോട്ട് കാണിക്കുക. പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ പൗലോസ്ലീഹ അതങ്ങോട്ട് വെളിപ്പെടുത്തി തരികയാണ് നമ്മുടെ ഓട്ടം. നമ്മളെല്ലാവരും ഓടുന്നവരാണ്. ആത്മീയരായിട്ടുള്ളൊരു സഭയല്ല ഞാൻ പറയുന്നത്, രക്ഷയുടെ അനുഭവമുള്ള ദൈവമക്കൾ, യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൽ കൂടി വീണ്ടും ജനിച്ച ദൈവമക്കൾ പിന്നെ ഈ ലോകത്തിൽ ഓടുകയാണ്. നമ്മുടെ വീട് ഇവിടെ അല്ല. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, നമ്മുടെ വീട് ദേ ദൂരെ കാണാം. നമ്മുടെ ഡെസ്റ്റിനി കണ്ടു കഴിഞ്ഞു. റാപ്ചർ കൺമുമ്പിൽ എത്തിക്കഴിഞ്ഞു. നമ്മളങ്ങോട്ട് ചെല്ലുക. വളരെ താമസമൊക്കെ വരുമ്പോൾ നമ്മൾ ഈ ബിൽഡിങ്, നമ്മുടെ ചർച്ച കാണുന്നത് ഞങ്ങൾ വന്നു വിതിൻ 2 minutes എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനി കർത്താവിൻ്റെ പറയുന്നോട് തൊട്ടടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആ ഓട്ടം ഏത് വിധത്തിലായിരിക്കണം? എവിടെയായി ഓടുന്നത്? ലോകത്തിലുള്ള ഓട്ടക്കാർക്ക് നല്ല ട്രാക്കുണ്ട്, നമുക്ക് ട്രാക്കില്ല. നമ്മൾ ഈ ലോകത്തിൽ കൂടിയാണ് ഓടുന്നത്. ഏറ്റവും ദുർഘടം പിടിച്ച ഒരു റൺവേ ആണ് നമുക്കുള്ളത്, അല്ലാതെ സ്മൂത്ത് അല്ല. ആ ഓട്ടമാണ് നമ്മൾ ഓടി തീർക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഈ ലോകം എന്ന് ഞാൻ പറയുന്നത് കല്ലും മണ്ണും കൊണ്ട് കെട്ടിയ ഒരു ബിൽഡിങ്ങിനെ കുറിച്ചല്ല. അതിനകത്ത് നമ്മുടെ ജോലി, നമ്മുടെ ഡീലിങ്, നമ്മുടെ കുടുംബജീവിതം, നമ്മുടെ എല്ലാം അതിനകത്ത് വരും. അതിനകത്തുകൂടി വേണം നമ്മൾ ഓടാൻ. പക്ഷേ ഈ ലോകത്തിന് 2 പ്രത്യേകതയുണ്ട്. എന്നാ അറിയാവോ? ഈ ലോകം ആത്മീയർക്ക് അനുകൂലമല്ല. പ്രൈസ് ദി ലോർഡ്. അത് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾക്ക് മുൻപേ എന്നെ പകച്ചതാ. പ്രൈസ് ദി ലോർഡ്. ഇറ്റ് ഹേറ്റ്സ് മീ. അപ്പോൾ നമ്മളെ പകയ്ക്കും. ഒന്ന്, ഈ ലോകം ദൈവമക്കൾക്ക് അനുകൂലമല്ല. അനുകൂലമാണെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നില്ല, അവർ ഓട്ടക്കാരല്ല, നടപ്പുകാരാ. സ്തോത്രം. നമുക്കാർക്കും അനുകൂലമല്ല. അനുകൂലമാണെന്നൊക്കെ ചിലപ്പോൾ ഒക്കെ തോന്നും, ഒരു ടെമ്പററി ഫീലിംഗ് ഒക്കെ വരും. ഇല്ല, ഒരിക്കലും അനുകൂലമല്ലാത്തൊരു ലോകം, അനുകൂലമല്ലാത്ത ലോകം. 2, ഇനിയും വേണ്ട, ഈ ലോകത്തോട് വലിയ ശല്യത്തിനൊന്നും പോകണ്ട, ഈ ലോകത്തിൽ ചേർന്നോടാന്ന് വെച്ചാലോ അത് അതിനേക്കാൾ അപകടം. എന്നറിയോ? ഈ ലോകത്തിൻ്റെ അധിപൻ പിശാചാണ്. അവനെ വെച്ചിരിക്കുന്നത് ഗന്ധം കത്തുന്ന പൊയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന ഒരൊറ്റ മനുഷ്യന് വേണ്ടിയല്ല അഗ്നി നരകം. അത് പിശാചിന് വേണ്ടിയുള്ളതാ. മനുഷ്യൻ ആ കൂടെ ചെന്ന് ചാടുന്നതാ. പ്രൈസ് ദി ലോർഡ്. അവന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന അഗ്നി നരകമാ. അപ്പോൾ അതിൽ കൂടി പോയാൽ അവിടെയാണ് അപകടമാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ നിങ്ങൾ ഭയപ്പെടേണ്ട, പേടിക്കേണ്ട, ഞാൻ ലോകത്തെ
ജയിച്ചിരിക്കുന്നു. ഐ ഹാവ് കോൺക്വേർഡ് ദ വേൾഡ്. പക്ഷെ യേശു ലോകത്തെ ജയിച്ചതുപോലെ ഈസി ആയിട്ട് നമുക്ക് ജയിക്കാനൊക്കത്തില്ല. കാരണം യേശു വചനം ജഡമായതാ. അറിയാമല്ലോ, വചനം ജഡമായെന്ന് പറഞ്ഞാൽ എന്താണ്? മറിയത്തിൻ്റെ DNA ഇല്ല, ജോസഫിൻ്റെ DNA ഇല്ല, ഒരു DNAയും ഇല്ല. പരിശുദ്ധാത്മാവിൻ്റെ ഒരു പവറാ. പ്രൈസ് ദി ലോർഡ്. വചനം ജഡമായി തീർന്നു നമുക്കറിയാമല്ലോ. അത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പവർ. മറിയയുടെ ഉദരത്തിൽ വന്നുവെന്ന് മാത്രം മനുഷ്യ ആകാരം ലഭിക്കുവാൻ, എന്തിന്? ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹത്തെ ഒന്ന് പ്രകടിപ്പിക്കുവാൻ ദൈവം മനുഷ്യനായി അവതരിച്ചതിൻ്റെ ഒരു പ്രകടനം മാത്രമാണ്. പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായ യേശു തമ്പുരാൻ 2 DNA അല്ല, അവൻ സ്വർഗീയനാണ്. എന്നിട്ട് അവൻ പിശാച് വിട്ടോ? പ്രൈസ് ദി ലോർഡ്. അത്ര ശക്തനാണെന്ന് അറിഞ്ഞിട്ട് ആ സാത്താൻ വിട്ടോ? ഇല്ല. നോക്കിക്കേ, ജനനം മുതൽ മരിക്കുന്നവരെ വരെ അവൻ പിടിച്ചു. ജനിക്കാൻ സ്ഥലം കൊടുത്തോ? ബേത്ലഹേം എന്ന് പറയുന്നത് മുഴുവൻ ജോസഫിന്റെ റിലേറ്റീവ്സാ. ജോസഫിന്റെ അളിയനെ, അമ്മാച്ചനെ, ചേട്ടനെ, അതെല്ലാം ഉണ്ട്. ഒറ്റ എണ്ണം വീട്ടിൽ കയറ്റിയില്ല. ഇതെല്ലാം നമുക്കറിയാം. അവിടെ മുതൽ ശുശ്രൂഷ മുഴുവൻ പോരാട്ടം ഇല്ലേ? അതെല്ലാം കഴിഞ്ഞ് കാൽവറി ക്രൂശിൽ കിടക്കുക. പിന്നെ ഏതാണ്ട് 1 മണിക്കൂർ കഴിയുമ്പോൾ തീരും. അവിടെ പിടിക്കുക. വേറൊരു പുള്ളിയെ പിടിച്ചേച്ച് പറഞ്ഞു, ഞങ്ങൾ രക്ഷിക്കപ്പെടാം, നമ്മുടെ നാടൻ ഭാഷ സ്നാനപ്പെടാം, നീ ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ. പ്രൈസ് ദി ലോർഡ്. നീ ക്രൂശിൽ നിന്ന് ഇറങ്ങി. എന്തിനാ ക്രൂശിൽ നിന്ന് ഇറങ്ങി എന്ന് യേശു ഒന്ന് കാണിച്ചിട്ട് തിരിച്ചു കയറിയിരുന്നാലോ ദൗത്യം പരാജയപ്പെടുത്താം ഇല്ലേ? അങ്ങനെ കർത്താവിനെ വരെ പരീക്ഷിച്ചവനാണെങ്കിൽ ഈ പൂർണ്ണ DNA ആയ എന്നെയും നിങ്ങളെയും പിതാവിൻ്റെയും മാതാവിൻ്റെയും ജഡത്തിൽ നിന്ന് ലോകപ്രകാരം ജനിച്ചിരിക്കുന്ന മണ്ണിൽ നിന്ന് എടുത്തിരിക്കുന്ന 20 എലിമെന്റുള്ള പ്രൈസ് ദി ലോർഡ് മനുഷ്യരായ നമ്മളെ അവൻ ഏതെല്ലാം രീതിയിലിട്ട് ചുറ്റിക്കും ഇല്ലേ? പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഭയപ്പെടേണ്ട കാര്യമില്ല. എന്താണെന്നറിയാമോ? അതിന് സ്വർഗം നമുക്ക് ജയിക്കാൻ ഒരു എനർജി തന്നിട്ടുണ്ട്, ഒരു ഇന്ധനം തന്നിട്ടുണ്ട്. ആ ഇന്ധനം ഉപയോഗിക്കുന്നവരെ ഓടി ജയിക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ആ ഇന്ധനം നമുക്ക് എല്ലാവർക്കും അറിയാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ മാത്രമേ ഓടാനൊക്കത്തുള്ളൂ. വിദ്യാഭ്യാസം നല്ലതാണ്, എഡ്യൂക്കേഷൻ ഈസ് ഗുഡ്, വെൽത്ത് ഈസ് ഗുഡ്, പൊസിഷൻ ഈസ് ഗുഡ്, എവരിതിങ് ഈസ് ഫൈൻ. പക്ഷേ സാത്താനെ ഹല്ലേലൂയ തോൽപ്പിക്കണമെങ്കിൽ, അവനെതിരായി ഓടിത്തീർത്ത് എന്റെയും നിങ്ങളുടെ ശരീരം രൂപാന്തരം പ്രാപിക്കണമെങ്കിൽ, കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടണമെങ്കിൽ ആത്മാവിന്റെ പവർ ഇല്ലാതെ ഓടുവാൻ സാധിക്കത്തില്ല. അത് കർത്താവിനറിയാം. നമ്മളെ വെറും സാധാരണ മനുഷ്യരല്ലേ. നമ്മുടെ ബോഡി ശരിക്കും പിശാചിനറിയാം. അവനിതെല്ലാം കണ്ടോണ്ടായിരുന്നത്. പൊടിയെടുക്കുന്നതും അല്ല, ഒളിച്ചൊന്നുമല്ല കർത്താവ് ചെയ്തത്. നിലത്തിലെ പൊടിയെടുക്കുന്നു, അവനിവിടെ കയറാൻ മേല, വെളിയിരുന്നുകൊണ്ട് കാണാം. പൊടിയെടുക്കുന്നു, ഷേപ്പ് വരുത്തുന്നു. കർത്താവ് ഊതി, ഓക്സിജൻ അല്ല ഊതി വിട്ടത്. ഇപ്പോൾ ചിലരൊക്കെ പറഞ്ഞ കേട്ടില്ലേ, മൂക്കിലോട്ട് ഇങ്ങനെ ഹൂന്ന് യേശു ദൈവം ഊതി. നോ, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ പവർ ഇങ്ങോട്ട് ഇട്ടതാ. ആ പവർ ഇട്ടപ്പോൾ നമ്മൾ മനുഷ്യനായി. ഇതവനറിയാം. പക്ഷെ അവനറിയാം കണ്ടനസ് എന്ന് പറയുന്നത് മണ്ണാണ്. നമ്മുടെ ശരീരത്തിനകത്ത് 96 എലിമെൻ്റ് ഉണ്ട് മണ്ണിനകത്ത്. പക്ഷെ അതിനകത്തുനിന്ന് കർത്താവ് 20 എടുത്തുള്ളൂ. അതിനാ പൊടിയെടുത്തത്. അല്ല, മണ്ണിനകത്തുനിന്ന് ഉണ്ടാക്കിയിരുന്ന സംഗതി ഇതൊന്നും അല്ല. അറിയാവോ? മണ്ണെന്ന് പറയുന്നത് 96 എലിമെൻസാണ്. പക്ഷെ പൊടിക്കകത്ത് 20 എലിമെൻസേ ഉള്ളൂ. ആ 20 എലിമെൻസേ ഉള്ളൂ. എന്നിട്ട് ഇവൻ വിടുന്നില്ല നമ്മളെ അല്ലേ? അപ്പോൾ പ്രിയമുള്ളവരെ, അതിനാണ് ഞാൻ പറഞ്ഞു വരട്ടെ, ഓടുവാൻ നമുക്ക് ആദ്യം വേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ ഇന്ധനമാണ്. ഒന്ന് വായിച്ചേ, അറിയാവുന്ന വാക്യമാണ്. എങ്കിലും അതിനകത്തൊരാശയം പരിശുദ്ധാത്മാവ് പൗലോസ് ലീഗായി കൂടെ പറയുന്നു. എഫേസ്യ ലേഖനം 6-ാം അധ്യായം 10-ാം വാക്യം വായിച്ചാൽ സിസ്റ്റർ, എഫേസ്യ ലേഖനം കാണാപ്പാടവാ, എങ്കിലും വായിക്കുമ്പോഴേ അതിന് അതോറിറ്റി വരത്തുള്ളൂ. എഫേസ്യ ലേഖനം 6-ാം അധ്യായം 10-ാം വാക്യം വായിക്കാം. ഒടുവിൽ കർത്താവിലും ഉണ്ടോ? വാക്യം ഉണ്ടോ? ഫൈനലി, ഒടുവിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം. ഞാൻ തർക്ക വിഷയങ്ങൾക്കൊക്കെ തർക്കത്തിലേക്കൊന്നും പോകുകയില്ലെങ്കിൽ പറയട്ടെ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമില്ലാതെ ഒരു വ്യക്തി രക്ഷിക്കപ്പെടത്തില്ല. തോമസ് മാമൻ്റെ പ്രസംഗം കൊണ്ടോ, രാജു തോമസ് ഭാഷയുടെ പ്രസംഗം കൊണ്ടോ, ഇപ്പം കുഞ്ഞപ്പിച്ചായൻ്റെ പ്രസംഗം കൊണ്ടോ ഒന്നും ആരും രക്ഷിക്കപ്പെടത്തില്ല. ഒരു മനുഷ്യൻ്റെ വാക്കുകൾ കൊണ്ട് ഒരുത്തനെ വശീകരിക്കാൻ സാധിക്കും. പക്ഷെങ്കിൽ രക്ഷിക്കപ്പെടുത്തണമെങ്കിൽ പരിശുദ്ധാത്മാവിൽ പ്രവർത്തിക്കണം. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാതെ രക്ഷയിലേക്ക് വരത്തില്ല. വശീകരിക്കാം.
അത് പ്രസംഗത്തിലൊക്കെ ആളുകളെ വശീകരിക്കുന്നുണ്ട്. എന്നാൽ വശീകരണമല്ല രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത്. എന്നാ? ഡിറ്റാച്ചിങ് ഫ്രം ദ പവർ ഓഫ് ഡെവിൾ. അതാണ് രക്ഷയെന്ന് പറയുന്നത്. സാത്താൻ്റെ ശക്തിയിൽ നിന്ന് പിടിച്ചെടുക്കുക. അത് ആരുടെയും മനുഷ്യൻ്റെ ശബ്ദം കൊണ്ടൊക്കത്തില്ല. അതല്ലേ പറഞ്ഞ, സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആരും രക്ഷിക്കപ്പെടുന്നില്ല. അപ്പം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിലാണ് രക്ഷിക്കപ്പെടുന്നത്. അതുകൊണ്ടായില്ല. അതാ വിഷയം. അതാണ് ഇവിടെ ശക്തിപ്പെടാൻ പറയുന്നത്. നമുക്ക് മലയാളികളാണോ, നമുക്കറിയാമല്ലോ, നമ്മുടെ നാട്ടിലൊക്കെ കിണർ കുത്തും. കിണർ സ്ഥാനം കണ്ട് കിണർ കുത്തി ഒരു 5 അടിയൊക്കെ ആയിക്കഴിഞ്ഞാൽ വെള്ളം വരും, വെള്ളം കാണും. അന്ന് സന്തോഷമാണ്. ടോഫി കൊടുക്കും, പായസം വെക്കും, മുട്ടായി കൊടുക്കും. എന്താ, ഞങ്ങൾ കിണർ കുത്തി വെള്ളം കണ്ടു. വിളിച്ചു പറയും, ചായ വെള്ളം കുത്തി. അമേരിക്കയ്ക്ക് വിളിച്ചു പറയും, ചായ വെള്ളം കണ്ടു. പക്ഷെ അതുകൊണ്ട് കുത്തും നിത്തുകയില്ല. കൺസ്യൂം ചെയ്യാൻ വെള്ളം വേണേൽ പിന്നെ താഴോട്ട് കുഴിക്കണം. ഇത് ഇവിടെ വെള്ളം ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവ് മാത്രമേ ഉള്ളൂ. വെള്ളം അവിടെ വെള്ളമുണ്ട്. ദാറ്റ് മീൻസ് ദർ ഈസ് വാട്ടർ ഡിപ്പോസിറ്റ് അല്ലേ? അതേ പക്ഷേങ്കിൽ നമുക്ക് കൺസ്യൂം ചെയ്യാൻ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? താഴോട്ട് കുഴിക്കണം. ഇതുപോലെ കർത്താവിൻ്റെ ആത്മാവിൻ്റെ ചലനം ഉണ്ടായി കഴിഞ്ഞപ്പോൾ രക്ഷിക്കപ്പെട്ടു. പക്ഷെങ്കിൽ അതുകൊണ്ട് ഇത് ഇഷ്ടലോകത്തിൽ ജീവിക്കാനൊക്കത്തില്ല. ഒരു നിറവ് നമുക്ക് ആവശ്യമാണ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. അത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് വേണമല്ലോ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. പരിശുദ്ധാത്മാവ് നമുക്ക് എന്തിനാണ്? അറിയാവുന്നവരാ നിങ്ങളെല്ലാവരും. എനിക്കറിയാം, ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, ഹല്ലേലൂയ, കിഴക്കൻ ചൈനയിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്, തയ്യക്കാരനെ ബട്ടൺ ഹോൾ വരിയാൻ പഠിപ്പിക്കാൻ പോകരുത്. ആശയം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. മലയാളത്തിൽ പറയും കൊല്ലക്കുടിയിൽ സൂചി. നിങ്ങൾ അവിടുന്ന് ഒത്തിരി നാളെ വന്നിട്ടോ, അറിയാമല്ലോ, അതൊക്കെ മറന്നുപോയതാണ്. കൊല്ലക്കുടിയിൽ സൂചി വിൽക്കാൻ പോകരുത്. ഞാൻ നിങ്ങളെ അത് പറയാനല്ല പറയുക, എങ്കിലും ഞാൻ പറയുക, പരിശുദ്ധാത്മാവ് നമുക്ക് എന്തിനാ? അത് വ്യക്തമായി മനസ്സിലാക്കിയെങ്കിലേ ഈ ഓട്ടം ശരിക്കും ഓടാനൊക്കത്തുള്ളൂ. വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവ് പ്രധാനമായി 7 കാര്യങ്ങൾക്കാണ്. ഒന്ന് വായിച്ച് എഫേസ്യ ലേഖനം 1-ാം അധ്യായം 12 മുതൽ ഒന്ന് വേഗം വായിച്ച്. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം മുതൽ ഒന്ന് വേഗം വായിക്കാം. തന്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി, തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി, നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ ഒരു വാഗ്ദത്തത്തിന്റെ പരിശുദ്ധാത്മാവ്. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അഡ്വാൻസ്. പൗലോസ് ശ്ലീഹാ ഇത് എഴുതിയത് എഫെസോസുകാർക്കാ. ഇത് എഴുതുമ്പം അവർക്ക് നല്ലതുപോലെ ഇതിന്റെ ആശയം മനസ്സിലാകും. അത് വളരെ രസകരമാണ്. ഞാൻ അരച്ചുകൂർക്ക് വേറൊരു ഭാഷയിൽ പറയാം, എനിക്കും നിങ്ങൾക്കും അഭിഷേകത്തിന്റെ ശക്തി നൽകിയിരിക്കുന്നത് സാത്താൻ ഒന്ന് കണ്ടോളാനാ. പ്രൈസ് ദി ലോർഡ്. സാത്താൻ ഒന്ന് കണ്ടോളാനാ. പ്രൈസ് ദി ലോർഡ്. ഒരു വീട് വിൽക്കാൻ ഇട്ടിട്ട് പിറ്റേ ദിവസം സോൾഡ് എന്ന് എഴുതിയാൽ അതിന്റെ അർത്ഥം അറിയാവോ? ഇനി ഇതിന് വില പറയാൻ വരരുത്. സ്തോത്രം. ഇനി ഇതിന് വില പറയാൻ വരുന്നത് വിറ്റുപോയെന്നാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് ഏതൻസുകാർക്ക്, എഫെസോസുകാർക്ക് അറിയാം. കാരണം അവിടുത്തെ ഏറ്റവും വലിയ മാർക്കറ്റാ സ്ലേവ് മാർക്കറ്റ്. എല്ലാ 1 quarter ഫസ്റ്റ് മൺഡേ, ആഴ്ചയിലെ തിങ്കളാഴ്ച ദിവസം എന്ന് പറയുന്നു, 3 മാസം കൂടുമ്പോൾ അവിടെ ഒരു മാർക്കറ്റ്. അടിമകളെ കൊണ്ടൊരു ആഫ്രിക്കയിൽ നിന്നും മറ്റും പിടിച്ചുകൊണ്ടുവന്ന് പ്രത്യേക ഡേറ്റിൽ ലൈനായിട്ട് നിർത്തും. പുരുഷന്മാരെ ഒരു വശത്ത്, സ്ത്രീകളെ ഒരു വശത്ത് നിർത്തുകയാണ് വിൽപ്പാൻ. അവർ കൈയും കെട്ടി താഴോട്ട് നോക്കി നിൽക്കണം. ഉടമസ്ഥൻ പുറകിൽ മാറി നിൽക്കും. മേടിക്കേണ്ട ആൾ ഇങ്ങോട്ട് വരും. മേടിക്കേണ്ട ആൾ വന്നിട്ട് തനിക്ക് ഇഷ്ടപ്പെട്ട അടിമയെ നോക്കും. വീട്ടു ജോലിക്കോ അല്ലെങ്കിൽ ഒട്ടകങ്ങളെ നോക്കാൻ, കൃഷിക്ക്, ഏതിനോ പറ്റിയ ഒരു ബോഡിയെ കണ്ടാൽ ആ അടിമയുടെ തോളിൽ കൈ അടിക്കും ചെന്ന്. ഉടനെ ഉടമസ്ഥന് മനസ്സിലായി എൻ്റെ പ്രൊഡക്റ്റിന് ആള് വന്നു. അദ്ദേഹം മുന്നോട്ട് വരും. ഇവർ തമ്മിൽ കച്ചവടം നടത്തുന്നത് എങ്ങനെയാണെന്ന് അറിയാവോ? സംസാര ഭാഷയില്ല, പാടില്ല, അടിമയെ അറിയരുത് വില. അതിനവർ ചെയ്യുന്നത് 2 പേരുടെയും കൈയുടെ മേളിൽ കൂടെ ഒരു വലിയ ടവലിട്ടിട്ട് അടിയിൽ കൂടെ രാജു പാഷ വന്നിരിക്കുന്നതെങ്കിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ കയ്യെ പിടിച്ച് 5 വിരളെ ഞെക്കിയ $500. ഉടനെ അദ്ദേഹം നോക്കിയിട്ട് പറയോ, എനിക്ക് അത്രയൊന്നും വേണ്ട, ഒരു 100 കുറച്ചാന്ന് പറഞ്ഞ് എൻ്റെ ഈ ചെറിയ വിരളെ ഞെക്കും. ഉടനെ അതിൻ്റെ അർത്ഥം തന്നെ അറിയാം, 400 ഞാൻ എടുത്തോളാം. ഉടനെ ഞാൻ പറയാതെ അങ്ങനെ തരികയില്ലെന്ന്, അടിപൊളി സാധനമാ. അവർ $50 കുറയ്ക്കാന്ന് പറഞ്ഞാൽ തള്ളവിരലെ ഞെക്കും. അപ്പം 450 രൂപയ്ക്ക് ഒത്തു. അടിമയെ അറിയത്തില്ല. ഉടനെ ഇരുവരും കൂടെ കയ്യിൽ
വീണ്ടും 5 വിരൽ ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ 450 രൂപയ്ക്ക് കച്ചവടം ഉറപ്പിച്ചു. ഡോളറിന് അടിമ അറിയാതിരിക്കാൻ ഉടൻ അവിടെ ടാക്സി വിരിക്കുന്ന അയാളെ ഇങ്ങോട്ട് വിളിക്കും. അയാൾ വരുമ്പോൾ അയാളുടെ വെളുത്ത പെയിന്റ് ഇരിപ്പുണ്ട്, ബ്രഷുണ്ട്. അതെടുത്തിട്ട് ഈ അടിമയുടെ നെറ്റിയാൽ മേടിച്ച രാജു പാസ്റ്ററുടെ പേരിൻ്റെ ആദ്യത്തെ ഗ്രീക്ക് അക്ഷരം 6 എന്ന് എഴുതി വെളുത്ത പെയിന്റിൽ എഴുതി മാറ്റി നിർത്തിയാൽ അന്ന് വൈകുന്നേരകം ബാക്കി രൂപ കൊടുത്ത് കൊണ്ടുപോയാൽ മതി. ഇതിനിടയ്ക്ക് ഒരൊറ്റ ഒരുത്തം വന്ന് ഇതിന് വില പറയത്തില്ല. കാരണം നെറ്റിയാൽ അക്ഷരം കണ്ടപ്പോൾ മനസ്സിലായി ഇത് വിറ്റുപോയതാ, ഇനി ഇതിനിട്ട് പിടിച്ചിട്ട് കാര്യമില്ല. എന്നിലും നിങ്ങളിലുള്ള അഭിഷേകം സാത്താൻ കണ്ടു കഴിയുമ്പോൾ അവന് മനസ്സിലായി കുഞ്ഞാടിന്റെ രക്തം കൊടുത്തിട്ട് ഇതിനെ ഹബല ബദറ റഗല ഗദറ ശക്കൽ കത്തറ രംഗ ഗൗദ ഹബല ബദറ റഗല യേശുവിന്റെ രക്തം കൊടുത്തിട്ട് ഇതിനെ മേടിച്ചു പോയതാണ്. ഇതിനിട്ട് വില പറഞ്ഞിട്ട് സാധിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. പിന്നെ അവൻ വല്ല നിവൃത്തിയുണ്ട് തോണ്ടിക്കൊണ്ട് പോകാൻ നോക്കത്തേ ഉള്ളൂ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രധാനമായിട്ട് 7 കാര്യങ്ങൾക്കാ. 1, നമ്മളെ വിറ്റുപോയി നമ്മൾ രക്ഷിക്കപ്പെട്ട അന്ന് കർത്താവിൻ്റെ രക്തം കൊണ്ട് നമ്മളെ മേടിച്ചു. പ്രിയമുള്ളവരെ, നമുക്കുള്ളവരല്ലല്ലോ. അത് സാത്താൻ മനസ്സിലാക്കാൻ. 2ാമത്തേതാണ് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ എൻ്റെ സാക്ഷികളാകും. കർത്താവിനെ കുറിച്ച് ഒരു വാക്ക് പറഞ്ഞില്ല എങ്കിൽ നമ്മളിലുള്ള അഭിഷേകം ഇരുന്ന് വിങ്ങിപ്പൊട്ടും. പ്രൈസ് ദി ലോർഡ്. ഒരു ദൈവ പൈതലാണോ? പ്രൈസ് ദി ലോർഡ്. അവസരം കിട്ടുന്ന ഫസ്റ്റ് ചാൻസ് കർത്താവിനെ കുറിച്ച് ഒരു വാക്ക് പറഞ്ഞിരിക്കണം. അതിനൊരു തേഴ്സ്റ്റ് നമുക്ക് വേണം. ചന്ദ്രൻ ഭാഷക്കുണ്ടായിരുന്ന ബേർഡനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്കത് ആവശ്യത്തിൽ ചിക്കാഗോയിൽ ഒരു ടൈറ്റസ് മാത്യു ഉണ്ട്. ഞാൻ അദ്ദേഹത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കും. അദ്ദേഹത്തിൻ്റെ ബേർഡൻ ആരെ കണ്ടാലും കാറിനകത്ത് ഇഷ്ടം പോലെ ഷർട്ടിൻ്റെ പോക്കറ്റിലും കോട്ടിൻ്റെ പോക്കറ്റിലും ഓരോ ബൈബിളും ഇരിപ്പുണ്ട്. ആരെ കണ്ടാലും ഒരു ചോദ്യമാണ്, യെസ് ഹലോ വേർ യു വിൽ ആർ ഗോയിങ് ടു സ്പെൻഡ് യുവർ ഇറ്റേർണിറ്റി. ഇവൻ കുഴയും. പ്രൈസ് ദി ലോർഡ്. ധൈര്യത്തോടെ ചോദിക്കും അദ്ദേഹം. ഇവനിങ്ങനെ ഡോണ്ട് നോ. ഉടനെ കർത്താവിനെ കുറിച്ച് ഒരു ബൈബിളും കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവ് നമ്മളുടെ മേൽ വന്നിരിക്കുന്ന 2ാമത്തെ കാര്യം, നമ്മൾ സാക്ഷികളായിരിക്കണം. ദൈവമക്കള്, നമുക്ക് ലഭിക്കുന്ന ഒരു അവസരം ഡിപ്ലോമാറ്റിക് ആയിട്ട് മതി. ഹല്ലേലൂയ. നീ സ്നാനപ്പെടണം, മുങ്ങണം, ഇതൊന്നും പറയണ്ട. ചീട്ടുന്ന അവസരം. ഒരുവൻ ദുഃഖിച്ചിരിക്കുമ്പോൾ അവന്റെ ദുഃഖത്തെ മാറ്റുവാൻ സാക്ഷ്യമാകാം. ഒരുവൻ സന്തോഷിക്കുമ്പോൾ അവനോടുകൂടെ സന്തോഷിക്കാൻ സാക്ഷ്യമാകാം. ഒരുവന്റെ പ്രശ്നം വരുമ്പോൾ അതിനെ സ്വാന്തനപ്പെടുത്തുവാൻ നമുക്ക് കർത്താവിന്റെ സാക്ഷിയാകാം. ഒരുവനൊരു പ്രോബ്ലം വരുമ്പോൾ അതിനെ പരിഹരിക്കുവാൻ സാക്ഷിയാകാം. യേശുവിനെ പ്രസംഗിക്കുക മാത്രമല്ല, we can present Jesus to the public so many ways. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഈ ഉപവാസ പ്രാർത്ഥന കർത്താവിനെ സാക്ഷിക്കുക. ദൈവമക്കൾ, വ്യഭിച്ചാൻ രാവിലെ മുതൽ, വ്യഭിച്ചാൻ ഞാൻ വിളിക്കുന്നത് എന്നേക്കാൾ 3 വയസ്സിന് എളുപ്പമാണ്. പുള്ളി ബഹുമാനം കൊണ്ട് വിളിക്കുന്നതാ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നേരം വെളുക്കുമ്പോൾ മുതൽ പുള്ളിക്ക് ബേർഡനാ. പ്രൈസ് ദി ലോർഡ്. ആൻറ്റിക്കും ബേർഡനാ. സാക്ഷിക്കുക. 2, സാക്ഷിക്കാൻ. വേഗം പറയണമല്ലോ, സമയം പോയി. 3, പരിശുദ്ധാത്മാവിന് തന്നിരിക്കുന്നത് ആത്മാവിലുള്ള ആരാധനയ്ക്കാ. വായിച്ച ഫിലിപ്പിയർ 3:3. ഫിലിപ്പിയർ, അതാണ് നമ്മുടെ വേർഷിപ്പ് എന്ന് പറയുന്നത്. ഫിലിപ്പിയൻസ് 3:3. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 3-ാം വാക്യം. ആത്മാവ്, എൻ്റെ ആത്മാവ് കൊണ്ടല്ല ഞാൻ ആരാധിക്കുന്നത്. എൻ്റെ ആത്മാവിനെ ദൈവത്തിൻ്റെ ആത്മാവ് ഇൻസ്റ്റിഗേറ്റ് ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. അതാണ് ആരാധന. എൻ്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുന്നത്. ലോകത്തിൽ ഒത്തിരി ആരാധനയുണ്ട് കേട്ടോ. അത് സാത്താൻ്റെ, അത് ഡ്യൂപ്ലിക്കേറ്റ് ആരാധന. പ്രൈസ് ദി ലോർഡ്. അതാണ് നമ്മുടെ സഭകളെ തകർക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതല്ല, എൻ്റെ ആത്മാവിനെ ദൈവത്തിൻ്റെ ആത്മാവ് പുള്ളി ചെയ്യണം. നിങ്ങൾ ഇന്ത്യയിൽ വന്നേക്കാണ് ഈ ട്രെയിനുണ്ട്, ലോങ് ട്രെയിൻ. അതിന് പുറയിലൊരു ഇഞ്ചനുണ്ട് പുള്ളി ചെയ്ത് കൊടുക്കാൻ. ഇല്ല, അത് പോകത്തില്ല. പുള്ളിങ് ഇഞ്ചനുണ്ട് പുറയിൽ. അതുപോലെ ആയിരിക്കണം പരിശുദ്ധാത്മാവ് അകത്ത് പുള്ളിക്കുമ്പോൾ നമ്മൾ ആരാധിക്കും. ആ പുള്ളിങ് ഉണ്ടവൻ നേരം വെളുത്ത ഞായറാഴ്ച നേരം വെളുത്ത 8:30 വരെ പുതപ്പ് മേലോട്ട് കയറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. അവന് പുള്ളിങ് ഉണ്ട്, അവൻ രാവിലെ എഴുന്നേക്കും. സ്തോത്രം. ഹല്ലേലൂയ. കാരണം എന്നാ? ആത്മാവ് പുള്ളിക്കുക. നീ എഴുന്നേരെ, ആരാധിക്കേ, രാവിലെ പ്രാർത്ഥിക്കേ, ആരാധിക്കേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ആരാധന ഞായറാഴ്ചത്തേക്ക് മാത്രമല്ല. യു ക്യാൻ വർഷിപ്പ് എനിവേർ. യു ക്യാൻ വർഷിപ്പ് എനിവേർ. എവിടെയും ആരാധിക്കാം. പക്ഷെ ബുദ്ധിപരമായിട്ടിരിക്കണം. ജോലി സ്ഥലത്തോട് ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഗ്ലോറി എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, ഉള്ള സാക്ഷ്യം കളയുക. പ്രൈസ് ദി ലോർഡ്. അവിടെയും നമുക്ക് ആരാധിക്കാം. 1,
പിശാചിനെ കാണാനാ. പ്രൈസ് ദി ലോർഡ്. 2 കർത്താവിനെ സാക്ഷിക്കാനാ. 3 ആരാധിക്കാനാ. 4 പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നത്. റോമർക്കിലെ എഴുതി പറയുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് നടത്തപ്പെടുന്നവർ ഏവരും ദൈവമക്കൾ. ഗൈഡൻസ്. സ്വർഗീയ യാത്രക്കാരാണോ? ഓട്ടം തീർക്കണമോ? പ്രിയമുള്ളവരെ, എല്ലാ കാര്യത്തിലും കർത്താവിൻ്റെ ഗൈഡൻസ് വേണം. നമ്മുടെ ഇഷ്ടം വെച്ച് പ്രാർത്ഥിച്ചിട്ട് അതിൽ ഒപ്പിടാനല്ല പറയേണ്ടത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒപ്പിടുന്ന ഒരു കാരണവർ ദൈവമല്ല നമ്മുടെ ദൈവം. നമുക്ക് വേണ്ടി എല്ലാം സ്വർഗത്തിൽ ഫ്രെയിം ചെയ്തിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വേണ്ടി ഫ്രെയിം ചെയ്തിട്ടുണ്ട്. അത് ദൈവഹിതം അറിഞ്ഞേ ചെയ്യാവുള്ള സകല കാര്യങ്ങളും. ഹല്ലേലൂയ. അല്പം കൂടെ ഞാൻ താഴ്ത്തു പറയുക, ഒരു സ്ലിപ്പർ മേടിക്കുന്നത് മുതൽ, സ്തോത്രം, മക്കളുടെ വിവാഹക്കാര്യം മാത്രമല്ല, ഒരു ചെരുപ്പ് മേടിക്കാൻ പ്രാർത്ഥിച്ചാൽ ഒരു ദൈവവചനത്തിന് പറ്റിയതേ മേടിക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു ഷർട്ട് മേടിക്കാൻ പ്രാർത്ഥിച്ചിട്ട് പോയാൽ ഒരു ദൈവവൈതലിന് അവൻ്റെ പ്രായത്തിനും സ്ഥാനത്തിനും പറ്റിയതേ അവൻ എടുക്കത്തുള്ളൂ. അല്ലാത്തതാണ് മറ്റതൊക്കെ എടുത്തുകൊണ്ട് നടക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഒരു ഡ്രസ്സ് മേടിക്കാൻ, ഒരു വീട് മേടിക്കാൻ, ഒരു വാഹനം മേടിക്കാൻ, വാട്ട് എവർ യു ആർ ഗോയിങ് ടു ബൈ, ഹല്ലേലൂയ, ഗെറ്റ് കൺസെന്റ് ഫ്രം ഹെവൻ അറ്റ് ഫസ്റ്റ്. പ്രൈസ് ദി ലോർഡ്. എങ്കിൽ പരിശുദ്ധാത്മാവ് നടത്തുന്നതാ. സകല കാര്യങ്ങളിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. 5 വേഗം പറഞ്ഞു വിടണമല്ലോ. പരിശുദ്ധാത്മാവ് നമ്മളെ തന്നിരിക്കുന്നത് ടു മെയിൻറ്റെയിൻ എ സക്സസ്ഫുൾ ക്രിസ്ത്യൻ ലൈഫ്. ഒരു ജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കണം നമ്മൾ. എന്നെ ശക്തനാക്കുന്നവന് മുഖാന്തരം എനിക്ക് സകലത്തിലും ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ത്രൂ ക്രൈസ്റ്റ് ഹു സ്ട്രെങ്തൻസ് മീ. ജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവില്ലാതെ പറ്റത്തില്ല. കാരണം പ്രബലനായ ശത്രു ഈ പിശാചിനെ, ഞാൻ എൻ്റെ തനത് ഭാഷ പറയും, നോവലിസ്റ്റ് ആയതുകൊണ്ട് എൻ്റെ ഭാഷകളിലൂടെ പറയും, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. നമുക്കില്ലാത്ത 2 ക്വാളിഫിക്കേഷൻ ഉണ്ട്. എന്താണെന്നറിയാവോ? 1, അവൻ ഉറങ്ങത്തില്ല. ഇന്ന് വരെ ഏതാം തോട്ടത്തിൽ തുടങ്ങി ഇന്ന് വരെ ഒരു അരമണിക്കൂർ പിശാച് ഉറങ്ങിയതായിട്ട് ബൈബിളിൽ എവിടെയെങ്കിലുണ്ടോ? നമ്മൾ എവിടെല്ലാം ഇരുന്ന് ഉറങ്ങും. ഇതിനകത്തിരുന്ന് വേണേൽ ഉറങ്ങാൻ നോക്കും. നമ്മളല്ല, അങ്ങനെയുള്ളവരുണ്ട്. ഇവിടെയുള്ളവരാരെയും കണ്ടില്ല. ഈ നാട്ടിലൊക്കെ ഉണ്ട്. ചില അച്ചായന്മാർ നാട്ടിൽ ഇങ്ങോട്ട് ആരാധനയ്ക്ക് വന്ന് കയറി ഞാനെങ്കിൽ അങ്ങ് ചിരി വരും കേട്ടോ. പുള്ളി ഇങ്ങനെ മേലോട്ട് നോക്കും, സ്വർഗത്തിലോട്ടല്ല, ഫാൻ എവിടെ ഉണ്ടെന്ന് അതിൻ്റെ കീഴിൽ പോയിരുന്ന് ഉറങ്ങാനാണ്. പ്രൈസ് ദി ലോർഡ്. പിശാച് ലോക ഉൽപ്പത്തി മുതൽ ഇന്ന് വരെ ഉറങ്ങിയിട്ടില്ല. ഒന്നാമത്തെ അവൻ്റെ യോഗ്യത. രണ്ടാമത്തെ അവൻ്റെ യോഗ്യത അറിയാവോ? ഇതുപോലെ ലജ്ജയില്ലാത്ത ഒരുത്തനില്ല. ക്ഷണിക്കാതെ നമ്മൾ എവിടെയെങ്കിലും പോകുമോ? പ്രൈസ് ദി ലോർഡ്. എവിടെയെങ്കിലും പോകുമോ? ഒരു മീറ്റിങ്ങിനോ ഒരു വിവാഹത്തിനോ വല്ലതും പോകുമോ? ഇല്ല. ഇവനെ ആരും വിളിക്കേണ്ടത്. കയറി വന്നതിനിടെ കയറി ഇരിക്കാൻ ഇപ്പം നോക്കുന്നുണ്ട്. എന്നിട്ട് പതുക്കെ നമ്മളെ ഇങ്ങനെ തൊട്ടോണ്ടിരിക്കുക. എന്താ? വീട്ടിലെ കാര്യമൊക്കെ ഓർമ്മപ്പെടുത്തും. അന്നേരം കോടാഭിഷായം എന്ന് പറഞ്ഞാൽ അവൻ അതിലേ കയറി പിന്നെയും കയറി വരും. ഇവനാണ് പുള്ളി. അവനെ തോപ്പിക്കണമെങ്കിൽ വേറെ നമ്മുടെ ബുദ്ധി കൊണ്ടൊക്കത്തില്ല. അവൻ ആരാ? ജ്ഞാനസമ്പൂർണനാ. പിശാചേ ജ്ഞാനസമ്പൂർണനാ. അവനെ തോപ്പിക്കണമെങ്കിൽ അതിനേക്കാൾ കൂടി ഒരു പവർ വേണം. അതിനായി പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ചെറിയ പരിപാടി കൊണ്ട് നമ്മളിട്ട് നടക്കത്തില്ല. അവൻ ജ്ഞാനസമ്പൂർണനാ. ഹല്ലേലൂയ. അവൻ്റെ വയസ്സെത്രാന്ന് നമുക്കറിയാൻ മേല. ഒരു കാര്യം അറിയാം, 6.5 കോടി വർഷമേ ആയുള്ള അവൻ ഈ രൂപത്തിലായിട്ട്, ശാസ്ത്രത്തിൻ്റെ ഭാഷ. അതിനു മുമ്പ് അവനുണ്ട് അല്ലേ? പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ അവനെ തോപ്പിച്ച് ജയകരമായ ഒരു ജീവിതം നയിക്കണം. അതിനാണ് പ്രൈസ് ദി ലോർഡ് പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ജയകരമായ ജീവിതം നയിക്കാൻ. പ്രൈസ് ദി ലോർഡ്. 6ാമത്തതാണ് സാത്താനെ തോപ്പിക്കാൻ. അതാണ് ഒടുവിൽ കർത്താവിനും അവൻ്റെ അമിത ബലത്തിൽ ശക്തിപ്പെടുവീൻ. 5ാമത്തതാണ് ജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കാൻ പരിശുദ്ധാത്മാവേ. 6ാമത്തത് സാത്താനോട് പോരാടാനാ. അത് നമുക്ക് യുദ്ധമുണ്ട് ദൈവമക്കളെ. പിശാചിനോട് നിരന്തരം. അതില്ലെങ്കിൽ ഒരു രസമില്ല, അറിയാവോ? അത് വേണം, എന്നാലൊരു രസമുള്ളൂ. എന്തിന് അവൻ ഉടക്ക് വെക്കും. എനിക്ക് വലിയ സന്തോഷം തോന്നി ഈ ഉടക്ക് വരുമ്പോൾ. കർത്താവ് എൻ്റെ വഴി ശരിയാണല്ലോ എന്നാ. ഈ ചിക്കാഗോയിൽ നിന്ന് ഇവിടം വരെ വരാൻ 4ാമത്തെ പ്ലെയിനാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഓർത്തെ ഉടക്കുണ്ടോ? പ്രൈസ് ദി ലോർഡ്. രാവിലെ 9:30 എന്നെ സ്വീകരിക്കാൻ പറയണമെന്ന് ജോൺസൺ പാസ്റ്ററോട് പറഞ്ഞ് ഞാൻ പറഞ്ഞ 6-ന് വന്നാൽ മതി. നിങ്ങളൊന്ന് ഓർത്തി. ഉടക്കുണ്ടോ? തീർന്നില്ലല്ലോ. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇന്നലെ എന്നെ ഇങ്ങോട്ട് മീറ്റിങ്ങിന് കൊണ്ടുവരാൻ കർത്താവിൻ്റെ ദാസൻ ബേബിച്ചാൻ ജോറിയൂട്ടി പറയുക കാർ സ്റ്റാർട്ട് ആകത്തില്ല. അമേരിക്കയിൽ അങ്ങനെ കേട്ടിട്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്. പുള്ളിക്ക് വെപ്രാളം. ഞാൻ പറഞ്ഞു അച്ചായ വെപ്രാളം വേണ്ട, എനിക്ക് സന്തോഷമാ. സംഗതി അവൻ ചൊറിയുന്നുണ്ടെന്ന് പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ചപ്പോൾ കാർ സ്റ്റാർട്ടായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഓർത്തോണം, സാത്താനോട് എപ്പോഴും നമുക്ക് ഫൈറ്റ് ഉണ്ട് എങ്കിൽ നമ്മുടെ വഴി ശരിയാ.
അവനോട് ഫൈറ്റ് ഇല്ലെങ്കിൽ നമ്മൾ അവൻ അനുകൂലമാ, അവൻ പിന്നെ നമ്മളെ തൊടത്തില്ല, നമ്മളെ ഉള്ളിയാന്ന് പറയും. ഫൈറ്റ് ഉണ്ടെങ്കിൽ നിനക്ക് രോഗം വന്നാൽ, നിനക്ക് ബുദ്ധിമുട്ട് വന്നാൽ, നിനക്ക് നീ പാപം ചെയ്യാതിരിക്കുകയാണെങ്കിൽ, നിനക്ക് രോഗം വന്നാൽ, നിനക്ക് ബുദ്ധിമുട്ട് വന്നാൽ, നിന്റെ ജോലി പോയാൽ, നിന്റെ മക്കളുടെ പ്രശ്നം വന്നാൽ, നീ ഓർത്തോണം, എനിക്ക് യുദ്ധമാണ്. ഐ ആം ഓൺ ദ കറക്റ്റ് ട്രാക്ക്. ആത്മീയത്തിന് ഈ ലോകത്തിൽ എപ്പോഴും അവൻ എന്തെങ്കിലും ഒന്ന് ചെയ്തുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിച്ചേ എടുക്കണം. വേവിച്ചാൻ ഇന്നലെ പറഞ്ഞു, സാറേ 60% മഴയ്ക്ക് സാധ്യത. ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ചാൽ 0% നടന്നു. പ്രൈസ് ദി ലോർഡ്. ആറാമത്തെ കാര്യം, പിശാചിനോട് പോരാടാൻ ആരും അവനെ ഭയപ്പെടരുത്. ദൈവമക്കളാ നിങ്ങൾ. ആരാ? ഞാൻ ആരാ? ദൈവമക്കളെ, ഹല്ലേലൂയ, ക്രിസ്തുവിന്റെ കാന്തയാ, കർത്താവിന്റെ സ്വകാര്യ സ്വത്ത്. വി ആർ ദ പ്രൈവറ്റ് പ്രോപ്പർട്ടി ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. ഭയപ്പെടേണ്ട കാര്യമില്ല, നമ്മൾ ഓട്ടക്കാരാ. ഏഴാമത്തെ കാര്യം കൂടെ പോയി ഞാൻ വിഷയത്തിലേക്ക് വരട്ടെ. പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നത് രൂപാന്തരപ്പെടാനാ, ഫോർ റാപ്ചർ പർപ്പസ്. എഫേസ്യ ലേഖനം 4:30 കാണാത്തറിയാം, അതുകൊണ്ട് വായിക്കണ്ട. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുതേ, അവനാലല്ലോ നിങ്ങൾ വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. നമ്മളെല്ലാം പാടുകയല്ലേ, മനോഹരമായ പാട്ടാണ് ഈ കുഞ്ഞുങ്ങൾ പാടിയത്. അവരോട് ഇപ്പം പാടാൻ പറഞ്ഞാൽ അവരുടെ താലം തോർത്തി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ മോൻ്റെയും മോളുടെയും ഒക്കെ താലം തോർത്തി ഞാൻ ഇവിടെ ദൈവത്തെ സ്തുതിച്ചു, സ്തോത്രം. അവരോട് ഇപ്പം പാടാൻ പറഞ്ഞാൽ അവരിങ്ങോട്ട് വന്ന് പാടും, നമ്മളും കൈയടിക്കും. കാഹളം ആണ്ടോ കാതുകളിൽ കേട്ടിടാറായി, അല്ലേ? അതൊക്കെ അങ്ങനെ എഴുതും. ഞാൻ നോവലിസ്റ്റാണ്, നല്ല ഭാവനയല്ല എഴുതുന്നത്. കാഹള ചെവി കേൾക്കുന്നതല്ല, തെളിയിക്കണോ? കർത്താവ് താൻ ഗംഭീരനാഥം പ്രധാനത്തിന്റെ ശബ്ദം ദൈവത്തിന്റെ കാഹളം. പക്ഷെ കാഹള ചെവി കേൾക്കുന്നതാണെന്ന് വിചാരിക്കരുത്. ഞാൻ ചോദിക്കട്ടെ, എൻ്റെയോ നിങ്ങളുടെ വീട്ടിലെ രക്ഷിക്കപ്പെട്ട് നല്ല കൃപയെ നിൽക്കുന്ന ഒരു വല്യപ്പച്ചനോ വല്യമ്മച്ചിയുണ്ട്, ചെവി ഇയർ ഡ്രം ഫിനിഷ്ഡ് ഇല്ല, പോയതാ. വെടി വെച്ച പുകയാണെന്ന് പറയും. ഇതില്ല, ഇയർഫോൺ എല്ലാം ഘടിപ്പിച്ചിട്ട് ഒരു രക്ഷയില്ല. ഇയർ ഡ്രം പോയി. ഇയർ ഡ്രം ന്യൂറോസിസ്റ്റം നമ്മൾ ഡിസ്കണക്റ്റഡ് ആയി. പിന്നെ ചെയ്യാൻ പോയ ആൾ മരിച്ചു, അതുകൊണ്ട് ഇട്ടേക്കാൻ പറഞ്ഞു ഡോക്ടറെ. വെടി വെച്ച പുകയെന്ന് പറയും. ഏത് കാഹളം കേൾക്കും? ഏത് കാഹളം കേട്ട് പോകും? ചിന്തിച്ചോ? വേണ്ട. ഹല്ലേലൂയ. വെന്റിലേറ്ററിനകത്ത് ഒരു രക്ഷിക്കപ്പെട്ടയാളാ, അങ്ങോട്ടോ ഇങ്ങോട്ടോ, മിക്കവാറും അങ്ങോട്ടാ, അല്ലേ? ഏത് കാഹളം കേട്ട് ചാടി എഴുന്നേക്കും? വേണ്ട. രക്ഷിക്കപ്പെട്ട മറൈൻ എഞ്ചിനീയേഴ്സ്, എനിക്കറിയാം, കടലിനടിയിലുണ്ട്. 300 മീറ്ററിൽ കൂടുതൽ ശബ്ദം ചെല്ലത്തിൽ, 300 അടി, 300 ഫീറ്റിലെ സൗണ്ട് ചെല്ലത്തുള്ള വെള്ളത്തിനടിയിലുണ്ട്. പിന്നെ ഇല്ല. ഇവൻ അടി കിടക്കുക, കർത്താവ് വന്നു, കാഹളം പറയും, കേൾക്കുവോ? ഇല്ല. അപ്പം ഇത് ചെവി കേൾക്കുന്ന സൂത്രമല്ല. പ്രൈസ് ദി ലോർഡ്. ഇത് കേൾക്കുന്ന എന്താണെന്നറിയാവോ? കാഹളം എന്ന് പറഞ്ഞാൽ ഹൂന്നൊരു ഊത്തല്ല, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ആജ്ഞയാണ്. ഇത് കേൾക്കുന്നത് അതേ ദൈവത്തിൻ്റെ ശക്തിയാകത്ത് കേൾക്കുന്നത്. ഒരു നെഗറ്റീവ് ഒരു പോസിറ്റീവ് തമ്മിൽ ജോയിൻ ചെയ്യുന്നത് പോലെ പരിശുദ്ധാത്മാവിരിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ, ഹാർട്ടിലൊന്നും അല്ല. ഹല്ലേലൂയ. ഹാർട്ടിലാണ് കാർഡിയാക് അറസ്റ്റ് വരുമ്പോൾ പരിശുദ്ധാത്മാവിനും വരും. പ്രൈസ് ദി ലോർഡ്. ഹാർട്ടിലൊന്നും അല്ലിരിക്കുന്നത്. നാം ദൈവത്തിൻ്റെ മക്കളെന്ന ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് സാക്ഷി പറയുന്നു. ദൈവത്തിൻ്റെ ശ്വാസമാണ് നമ്മുടെ അകത്തിരിക്കുന്നത്. അതേ ശ്വാസത്തിലേക്കാണ് രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ സ്വർഗീയ അഭിഷേകം വന്ന് നിൽക്കുന്നത്. നമ്മുടെ ആത്മാവോട് ചേർന്ന് നിൽക്കുമ്പോൾ അതേ ദൈവത്തിൻ്റെ സൗണ്ടാണ് കയറ്റി കൊണ്ടുവരാൻ പറയുമ്പോൾ ആ പരിശുദ്ധാത്മാവ് കണ്ണിമയ്ക്കുന്ന ഈ ബോഡിയെ ട്രാൻസ്ഫോം ചെയ്ത് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമില്ലാത്ത ഓരൊറ്റ വ്യക്തി രൂപാന്തരപ്പെടുത്തില്ല. സ്തോത്രം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുതേ, അവനാലല്ലോ നിങ്ങൾ വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. അഭിഷേകം 7 കാര്യങ്ങൾക്കാ. 7ാമത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. കാഹളം കേൾക്കുന്നത് ചെവിയിലല്ല, കാഹളം കേൾക്കുന്ന ഒരു ശബ്ദമല്ല, അതകത്തെ പരിശുദ്ധാത്മാവാണ് കേൾക്കുന്നത്. ആ സെക്കൻഡുകൾ പോലും വേണ്ട. ഈ ബോഡിയെ വേറെ അത് രൂപാന്തരപ്പെടുത്തുകയാണ്. അത് ട്രാൻസ്ഫോം ചെയ്ത് നമുക്ക് തേജസ്സിൻ്റെ ശരീരത്തോടെ മേലോട്ട് പോകണം. ഈ 7 കാര്യങ്ങൾക്ക് ആ പരിശുദ്ധാത്മാവെങ്കിൽ, പരിശുദ്ധാത്മാവിനെ കുറിച്ച് വായിച്ചത് കേട്ടോ, ഒടുവിൽ കർത്താവിലും
ഫൈനലി അപ്പോൾ ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവ്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മിലെല്ലാം ഉണ്ട്. അത് രക്ഷിക്കപ്പെട്ടുമ്പോൾ ഉണ്ട്, ഇല്ല രക്ഷിക്കപ്പെടാനൊക്കത്തില്ല. പക്ഷെങ്കിൽ അതുകൊണ്ടായില്ല ഇവനോട് പിടിച്ച് കയറി പോകണമെങ്കിൽ ശക്തി കൂടുതൽ പ്രാപിക്കണം. പക്ഷെ അത് ഒടുവിലും നായെന്ന് ഈ ഒടുവിലും എഴുതിയിരിക്കുന്നത് വളരെ രസകരമാണ്. ഞാനത് പരിശുദ്ധാത്മാവിൽ ധ്യാനിച്ചപ്പം, നമ്മളൊരു വീട്ടിൽ ഗസ്റ്റായിട്ട് ചെല്ലുന്നു, മലയാളിയുടെ തനത് ഭാഷ പറയാം, എന്നാ നല്ല ഡിഷസ് കൊണ്ട് ടേബിളെ വെച്ചിരിക്കുന്നു അല്ലേ, ഫിഷ് ഫ്രൈ, ചിക്കൻ, അത് ഇത് എല്ലാം റെഡി, ഒരു ടേബിൾ നിറച്ച് ഡിഷസ്. നമ്മളോടുള്ള സ്നേഹം സംഗതി കൊള്ളാം. അതിൻ്റെ അത് ഒടുവിലാണ്. അതിൻ്റെ മുമ്പിൽ ഒത്തിരി കാര്യമുണ്ട്. ഏതോ കടയിലിടുന്ന ഫിഷ് അല്ലേ, ഏതോ കടയിലിടുന്ന മീറ്റ് കൊണ്ടുവന്ന് വെട്ടി റെഡിയാക്കി ഈ പരുവത്തിന് കൊണ്ടുവരണമെങ്കിൽ ആ ആൻറ്റി എന്തെല്ലാം പരിപാടി ചെയ്ത് കാണും അല്ലേ. ഇത് നമ്മൾ കാണുന്ന ഒടുവിലാണ്. അതിൻ്റെ ആദ്യം പറഞ്ഞ മണിക്കൂറുകൾക്ക് ഉള്ളിൽ അന്ന് ലീവ് എടുത്താൽ ഇതെല്ലാം ചെയ്തു വെച്ചത്. സ്തോത്രം. ഇല്ല, ഒരു പ്രഗത്ഭനായ ഡോക്ടറെ കാണാൻ പോകണം. ഇവിടെ നിങ്ങൾക്ക് ടൈമിങ്ങാണ്, നമ്മുടെ നാട്ടിൽ അത് പറ്റത്തില്ല, ഹൈ പോപ്പുലേഷനാണ്. അപ്പോൾ അവിടെ പോയി ഇങ്ങനെ 10-40 പേര് ക്യൂ നിൽക്കുക പ്രഗത്ഭനായ ഡോക്ടറെ കാണാൻ. പുള്ളി പ്രഗത്ഭനായത് എങ്ങനെയാ? പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്കറിയാമല്ലോ, ഇവിടെ പഠിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ നാട്ടിൽ പറയുന്ന ഭാഷയല്ലല്ലോ ഇവിടെ പറയുന്നത്. ഹല്ലേലൂയ. പഠിച്ചാൽ ഒടുവിൽ വരുമ്പോഴുണ്ടല്ലോ ആ പോസ്റ്റ് ഗ്രാഡ് റെസിഡൻസിക്ക് എന്നോടൊരു ഡോക്ടർ പറഞ്ഞു, സാറേ പ്രാർത്ഥിക്കണം, 20 മണിക്കൂർ വർക്ക് ചെയ്യണം. 4 മണിക്കൂറേ ഉള്ളൂ, കുടുംബസ്ഥനാ, 4 hours ഉള്ളി, 20 മണിക്കൂർ ഞാൻ വർക്ക് ചെയ്ത് തീരൂ, ഒന്ന് പ്രാർത്ഥിച്ചതിന് ഫലം ഉണ്ടായേ. അങ്ങനെ പഠിച്ചു കഴിഞ്ഞിട്ടാ ഒടുവിൽ സ്പെഷ്യലിസ്റ്റ് ആയത്. ഇതുപോലെ തന്നെയാ ഒടുവിൽ കർത്താവിൽ ശക്തിപ്പെടണമെങ്കിൽ അതിന് മുമ്പേ വേഗം വായിക്കണ്ട, ഞാനങ്ങ് പറഞ്ഞു വിടാം നമ്മുടെ സമയം ലാഭിക്കാൻ. 5-ാം അധ്യായത്തിൽ 10 കാര്യം പറയുന്നുണ്ട്. അത് ചെയ്താലേ ശക്തിയുടെ നിറവ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഓട്ടം ശരിക്കും ഓടണമെങ്കിൽ, സ്പീഡ് വേണമെങ്കിൽ എന്താ നമ്മൾ ഓടുന്നത് എങ്ങനെയാ? എയർ പ്രഷറിനെ ഭേദിച്ച് വേണം ഓടാൻ. ഈ ലോകത്തിൻ്റെ പ്രഷറിനെ ഭേദിച്ച് വേണം ഓടാൻ. പ്രൈസ് ദി ലോർഡ്. പോരാട്ടമുണ്ട്, ഹല്ലേലൂയ, പ്രലോഭനമുണ്ട്, പുറകോട്ട് വലിക്കുന്ന ശക്തികളുണ്ട്, മനസ്സിലുണ്ട്, ശരീരത്തിലുണ്ട്, കുടുംബത്തിലുണ്ട്, ജോലി സ്ഥലത്തുണ്ട്. അവിടെയെല്ലാം ഓട്ടം തികയ്ക്കണമെങ്കിൽ അതിനു മുമ്പ് 10 കാര്യങ്ങൾ. 5-ാം അധ്യായം വീട്ടിൽ പോയി വായിച്ചാൽ കാണാം. ഞാനങ്ങ് പറഞ്ഞു വിടാം. 5-1 ദൈവത്തെ അനുകരിക്കണം. ദൈവമാകണമെന്നല്ല, ഇപ്പം ദൈവമാകാനല്ല, ഇമിറ്റേഷൻ ടു ഗോഡ്. അതെന്താണെന്ന് മാത്രം ഓടി ചിന്തിക്കാം. 2 വിശുദ്ധിയിൽ ജീവിക്കണം. എഫേസ്യർ അതിൻ്റെ 3-ാം വാക്യത്തിൽ കാണാം, വിശുദ്ധിയിൽ ജീവിക്കണം. 14-ാം വാക്യത്തിലുണ്ടല്ലോ, ഉറങ്ങിപ്പിടിച്ചിരിക്കരുത്, ഉണർന്നിരിക്കണം. 4 സമയം തക്കത്തിൽ ഉപയോഗിക്കണം. 15-ാം വാക്യം. 5 ഇങ്ങനെ അങ്ങ് ലൈനായിട്ട് കിടക്കുക. 17-ാമത്തെ വാക്യത്തിൽ നിങ്ങളെക്കുറിച്ചോ എന്നെക്കുറിച്ചോ ഉള്ള ദൈവത്തിൻ്റെ ഹിതം എന്നാന്നൊന്ന് അന്വേഷിക്കണം. അടുത്തത് 22-ാം വാക്യത്തിൽ ഭാര്യമാരെ സഹോദരിമാർക്ക് എല്ലാവർക്കും ചിലർക്കയിലും പിണക്കം കാണില്ല, ഭർത്താക്കന്മാർക്ക് കീഴടങ്ങണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. സന്തോഷം ഇല്ലാത്തവരും ദൈവത്തെ സ്തുതിച്ചേ. എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അടുത്തത് ഭർത്താക്കന്മാരെ ഭാര്യമാരുടെ കാശ് സ്നേഹിച്ചാൽ പോരെന്ന് അവരെ സ്നേഹിക്കാൻ. അതുകൊണ്ട് വായില്ല. ഭാര്യമാരുടെ സൗന്ദര്യത്തെ അല്ല സ്നേഹിക്കേണ്ടത്. യു ലവ് യുവർ വൈഫ്. ഏതാ സൗന്ദര്യം പോകുമ്പോൾ ഓർക്കരുത്, ഇവളെ കല്യാണം കഴിച്ചതിന് വരെ കുഞ്ഞുഞ്ഞമ്മേ മതിയായിരുന്നെന്ന്. പ്രൈസ് ദി ലോർഡ്. ഇതെല്ലാം കഴിച്ചിട്ട് വേണം. ഭർത്താക്കന്മാരെ ഭാര്യമാരുടെ പൈസയല്ല സ്നേഹിക്കേണ്ടത്, അവളുടെ സൗന്ദര്യമല്ല, അവളുടെ ഇന്നർ പേഴ്സണാലിറ്റിയെ സ്നേഹിക്കണം. അടുത്തത് പറയുന്നത് മക്കളെ മാതാപിതാക്കളെ നേരെ ചൊവ്വ നിൽക്കേ. ഒടിയിൽ അടുത്തത് 9-ാമത്തെ കോടാ എംപ്ലോയിയോടാ. ഹല്ലേലൂയ. 7-ാം വാക്യം 5-6 എംപ്ലോയിയോട് പറയുക, നിന്റെ യജമാനനെ നീ സേവിക്കണം. പ്രൈസ് ദി ലോർഡ്. നിന്റെ യജമാനൻ നിന്നെ കാണുമ്പോൾ പറയണം, നീ ഒരു ദൈവപൈതലാ. രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ, നിങ്ങളുടെ ജോലിയുടെ ക്ലാരിറ്റിക്കകത്തറിയാൻ ദൈവമക്കളാണോ? ഞാൻ ചിക്കാഗോ വെച്ച് എൻ്റെ കാറ്ററാക്ട് സർജറി ചെയ്യണമെന്നു. അന്നേരം ഈ കോവിഡ് ടെസ്റ്റ് എടുക്കണം. രാവിലെ എന്നെ കൊണ്ട് എൻ്റെ മോള് പോയി. അവിടെ ചെന്ന് എൻ്റെ പൊന്നെ ഒരു പുള്ളിക്കാരത്തി എൻ്റെ മൂക്കിലോട്ട് കയറ്റി വിട്ടു. ഞാൻ ഏതെല്ലാം കാണാവോ അതെല്ലാം കണ്ടു. കേട്ടോളം, എന്തെല്ലാം കാണാവോ അതെല്ലാം കേട്ടു, കയറ്റി വിട്ടതാ. ഇവിടെ നോക്കിയപ്പോൾ ഒരു 10-47 വയസ്സുണ്ട്. അന്വേഷിച്ചപ്പം ഒറ്റത്തടിയാ, ഒന്നുമില്ല. ഒറ്റത്തടി ഒരു പുള്ളിക്കാരത്തി പോത്ത് പോകുന്ന പോലെ പോകുന്നു. അപ്പോൾ ബാക്കി സ്വഭാവമൊക്കെ നിങ്ങൾ ചിന്തിച്ചോ. അങ്ങനെ ഒരു സാധനമാണ് എടുത്തത്. 2-ാമത്തതിന് വേറൊരുത്തി ചെന്നു. അപ്പോൾ ഈ ഭയത്തോടെയാണ് ചെന്നത് ഞാൻ.
അവിടെ ചെന്നപ്പോൾ ഒരു 10-27 വയസ്സുള്ളൊരു പെങ്കൊച്ച. ഞാനിങ്ങനെ കണ്ണടച്ചിരി എപ്പോഴും കൊണ്ട് ഇത് കാണണ്ടല്ലോ കൊണ്ട് കണ്ണടച്ചിരിക്കുക. ഇവളെന്തോ ചെയ്ത നീ അടുത്തതിൻ്റെ ബാക്കിയാണല്ലോ. കുറച്ച് കഴിഞ്ഞപ്പോൾ അവളിനോട് സാർ ഫിനിഷ്, സംഗതി തീർന്നത് ഞാൻ അറിഞ്ഞില്ല. അന്വേഷിച്ചപ്പോൾ അവളിൽ ഫിലിപ്പിനോ പെണ്ണ രക്ഷിക്കപ്പെട്ടവളാ. കണ്ടോ, അവിടെ കയ്യ് ഏതാ, മറ്റേതിന്റെ കയ്യ് ഏതാ? ഹല്ലേലൂയ. ജോലിക്കാരെ, നിങ്ങളുടെ വർക്ക് പെർഫെക്റ്റ് ആകണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലാ. 10ാമത് പറഞ്ഞ എംപ്ലോയർ കോഡാ. നിങ്ങളുടെ കീഴിലുള്ള ജോലിക്കാരോട് ആത്മീയമായിട്ട് ഇടണം. ഇങ്ങനെ 10 കാര്യങ്ങൾ ചെയ്തു കഴിയുമ്പോൾ ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടാം. അല്ലാതെ ഓടി അങ്ങോട്ട് വന്ന് ഇരുന്ന് കഴിഞ്ഞവരുടെ കോരിത്തരുന്നൊരു സാധനമല്ല അഭിഷേകം. അഭിഷേകമുണ്ട് ദൈവമക്കളെ. അതിൻ്റെ നിറവിലേക്ക് നമ്മൾ വരണമെങ്കിൽ വി ഷുഡ് ബി പെർഫെക്റ്റ്. മാക്സിമം നമ്മളുടെ കഴിവനുസരിച്ച് നമ്മൾ ഓട്ടക്കാരാണ്. ഞാൻ പറഞ്ഞില്ലേ, ഈ ഓടുമ്പോൾ ഇങ്ങോട്ടൊരു പ്രഷർ വരും. അത് ഞാൻ ഒടി പറയാൻ സമയമുണ്ടെങ്കിൽ ആ പ്രഷറിനെ ഭേദിച്ചാണ് നമ്മൾ ഓടേണ്ടത്. ഇങ്ങനെ വേണം നമ്മൾ ഓടാൻ. ഏതാണ് ഈ ലോകം? ഈ ലോകത്തിൽ ഇങ്ങനെ അഭിഷേകത്തോടെ ഓടുമ്പോൾ തന്നെ ദൈവം നമ്പുരാന് വേറൊരു കാര്യം അറിയാം. നമ്മൾ ഓടുന്ന ലോകമേതാ? സകല ലോകവും സാത്താൻ്റെ. മാത്രമല്ല, ഈ ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള രാജ്യം ഏതാന്ന് പറയാമോ? നിങ്ങൾക്കറിയാം എങ്കിലും പറയത്തില്ല, നിങ്ങൾ ചിന്തയിൽ വരത്തില്ല. അമേരിക്കയ്ക്ക് 600 വർഷത്തെ ചരിത്രമല്ല ഉള്ളൂ. ഇന്ത്യക്ക് 5000 വർഷത്തെ ചരിത്രമേ ഉള്ളൂ. ബ്രിട്ടൻ ഉണ്ടല്ലോ, അയ്യോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമല്ല, 2000 വർഷത്തെ ചരിത്രം പോലും ബ്രിട്ടൻ ഇല്ല. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള രാജ്യം സാത്താൻ്റെ രാജ്യമാണ്. ലൂക്കോസ് 11:18 പറഞ്ഞിട്ട്, സാത്താൻ തന്നിൽ തന്നെ ചിത്രിച്ചുവെങ്കിൽ അവൻ്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും? സാത്താൻ്റെ രാജ്യത്തിലെ ആദ്യത്തെ പൗരൻ മിക്കവാറും എനിക്ക് തോന്നുന്നത് കയീനാന്നാ. പ്രൈസ് ദി ലോർഡ്. അവിടെ മുതലൊരു അവൻ്റെ ഒരു രാജ്യമുണ്ട് ഇവിടെ. ആ രാജ്യത്തിലാണ് നമ്മൾ ജീവിക്കേണ്ടത്. ആ രാജ്യത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ ഈ ലോകത്തിൽ നമുക്കൊരു ജീവൻ വേണമെങ്കിൽ, നമ്മുടെ ഓട്ടം ശരിയാകണമെങ്കിൽ ഉത്തരവാദിത്വം ദൈവത്തിനാണ്. പ്രൈസ് ദി ലോർഡ്. ഈ അത്ലറ്റ്സൊക്കെ കയറി വരുന്നെങ്കിലും അതിൻ്റെ ക്രെഡിറ്റ് കോച്ചിനാണ്. പ്രൈസ് ദി ലോർഡ്. ആ വിധത്തിൽ അത്ലറ്റ്സിനെ കൊണ്ടുവന്നത് ആരാ? ഒരു കോച്ച്. അദ്ദേഹത്തിൻ്റെ ശ്രമമാണ്. ഈ കോച്ചാണ് എൻ്റെ മിടുക്കൻ. ഇതുപോലെ നമ്മുടെ കോച്ച് ആരാന്നറിയാമോ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. നമ്മളെ കർത്താവ് നമ്മളെക്കുറിച്ച് അറിയാം. ഈ വല്ലാത്ത ലോകത്തിൽ നമ്മൾ ഓടിത്തീർക്കണം. അതിന് കർത്താവ് നമുക്ക് മനോഹരമായ ഒരു പൊസിഷൻ തന്നിട്ടുണ്ട്. ആ പൊസിഷനാണ് നമ്മുടെ ഏറ്റവും വലിയ ബലം. പ്രൈസ് ദി ലോർഡ്. ആ പൊസിഷൻ എന്താ? ഫിലിപ്പി ലേഖനം 3:21 പറയുന്നു, 3:20 നമ്മളുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. We are heavenly citizens. Praise the Lord. Hallelujah. അതിന് നമ്മുടെ കയ്യിൽ ഒരു പാസ്പോർട്ട് ഉണ്ടല്ലോ. ആ നിങ്ങളുടെയൊക്കെ കയ്യിൽ, എൻ്റെ കയ്യിൽ പാസ്പോർട്ട് ഉണ്ട്. എൻ്റെ കയ്യിൽ ഇന്ത്യൻ പാസ്പോർട്ടാ, നിങ്ങളുടെ കയ്യിൽ അമേരിക്കൻ പാസ്പോർട്ട് ആയിരിക്കാം. പാസ്പോർട്ട് ഏതായാലും ഒന്നുണ്ടല്ലോ. പക്ഷേ ദൈവമക്കൾക്ക് ഒരൊറ്റ പാസ്പോർട്ട്. ആ പാസ്പോർട്ടാണ് രക്ഷയുടെ പാസ്പോർട്ട്. അതുള്ളവരെല്ലാം യേശുവിന്റെ രക്തത്തിൽ കൂടി രക്ഷിക്കപ്പെട്ട് പാസ്പോർട്ട് എടുത്തവരെല്ലാം സ്വർഗീയ പൗരത്വമുള്ളവരാ. ഈ ഗൾഫിൽ ചെന്നാലുണ്ടല്ലോ, ഈ മലയാളികളായ നമ്മൾ ചെല്ലുമ്പോൾ അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ഈ ഇന്ത്യൻ പാസ്പോർട്ട് കാണുമ്പോൾ അവർക്ക് അത്ര സന്തോഷമൊന്നുമില്ല. അവർ ഓർത്തിരിക്കുന്നത് അവിടെ നമ്മുടെ രാജ്യമൊന്നും ഇല്ലാത്തതാണ്. അവരെക്കാൾ സംസ്കാരമുള്ളവരാണ് നമ്മൾ. പിന്നെ നമ്മുടെ ആളുകൾ ജോലിക്ക് വേണ്ടി ചെല്ലുന്നതാണ്. ഇങ്ങനൊരു നോട്ടമുണ്ട് അവന്. പക്ഷെ ഒരു അമേരിക്കൻ പാസ്പോർട്ട് കാണുമ്പോൾ അവനെ പറയ്ക്കും. അവനൊന്നും ചോദിക്കത്തില്ല. അതാ അമേരിക്കയിൽ അവന് നിലനിൽപ്പില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു. ഇതറിയാം, സാത്താൻ അറിയാം. അതുകൊണ്ട് അദ്ദേഹം കയറിയൊന്നും അവൻ കളിക്കാൻ പറ്റത്തില്ല. പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും കഷ്ടങ്ങളും രോഗങ്ങളും ഒക്കെ വരുന്നതിന് പാപമല്ല കാരണം. ഒന്ന്, ദൈവത്തിനൊരു പ്രോജക്റ്റ് ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മളെക്കുറിച്ച് ദൈവത്തിനൊരു പ്രോജക്റ്റ് ഉണ്ട്. ആ പ്രോജക്റ്റിനകത്ത് നല്ലത് കാണും, തീയത് കാണും, രോഗം കാണും, കഷ്ടം കാണും. അതിനകത്ത് ഒത്തിരി ഉണ്ട്. ആ പ്രോജക്റ്റിനകത്തൊക്കെ തമ്പുരാൻ വെച്ചിരിക്കുന്ന പല പല കാര്യങ്ങൾക്കാ. എനിക്കിത് എങ്ങനെ വന്നെന്ന് ചിന്തിക്കേണ്ട. നിങ്ങൾ സ്വർഗത്തിൽ സിറ്റിസൺസ് ആയതുകൊണ്ട് ദൈവമക്കളെ ഓർത്തുകൊള്ളുക. എന്ത് വന്നാലും there is a blueprint at heaven about you. Praise the Lord. നിങ്ങൾക്ക് എന്തെല്ലാം സംഭവിക്കാം. മരണം, നമ്മുടെ പ്രിയപ്പെട്ടവർ മരിക്കാം. ഹല്ലേലൂയ. വൈധവ്യം വരാം, പലതും സംഭവിക്കാം. ജോലി നഷ്ടപ്പെടാം, ക്യാൻസർ പിടിക്കാം, ബ്ലഡ് ഷുഗർ വരാം, ബ്ലഡ് പ്രഷർ വരാം. പക്ഷെ പാപം ചെയ്തിട്ടല്ല. സ്വർഗത്തിലൊരു ബ്ലൂ പ്രിന്റ് ഉണ്ട്. ഇതിങ്ങനെ വരച്ചാലേ ശരിയാകത്തുള്ളൂ. അത് മനസ്സിലാക്കാൻ അങ്ങോട്ട് ചെല്ലാൻ പോകുന്നത്. ഇതിനകത്ത് അത് കയറുകയില്ല. ഈ 10,000 കോടി ന്യൂറോണുള്ള ഇതിനകത്തൊന്നും അത് കയറുകയില്ല.
അതില്ലാത്തൊരു ബോഡി ഇങ്ങോട്ട് തരാൻ പോവുക. എന്തുകൊണ്ട് എനിക്കിത് വന്നു എന്ന് അന്നേരമേ മനസ്സിലാകത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഇപ്പം നമ്മളതിനെക്കുറിച്ച് ചോദ്യം ചെയ്യുന്നവൻ അവിശ്വസ്തനാണ്. സ്വർഗത്തിലെ ദൈവം അറിയാതെ ഒരു കാര്യവും നടക്കത്തില്ല. ഓരോന്നിൻ്റെ പുറകിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ഓരോന്നിനും നമ്മുടെ എല്ലാ അനുഭവത്തിലേക്ക് നിങ്ങളത് തിരിഞ്ഞു നോക്കിക്കേ, എത്ര കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും അല്ലേ? ഓരോന്നും നടന്നു കഴിഞ്ഞാൽ അറിയുന്നത് കർത്താവ് ഇതിനായിരുന്നല്ലോ. അന്നേരം നമുക്കൊക്കെ വേദന തോന്നുന്നു. നോ, അതുകൊണ്ട് ആ കാര്യത്തിൽ നിരുത്സാഹപ്പെടുത്തുന്ന സാത്താൻ്റെ പണിയാവും. ഓട്ടത്തിൻ്റെ സ്പീഡ് കുറയ്ക്കണം, ടൈമിന് ഇവൻ ഓടിച്ചെല്ലരുത്. അതിനാ ഭാരപ്പെടണ്ട. ഒറ്റ കണ്ടീഷൻ, പാപം ചെയ്യരുത്. ഡോണ്ട് കമ്മിറ്റ് സിൻ. പാപം ചെയ്യാതിരുന്നാൽ എന്ത് സംഭവിച്ചാലും സ്വർഗത്തിലെ ദൈവത്തിന് പ്ലാൻ. ഞാൻ രക്ഷിക്കപ്പെട്ട ആ സമയത്ത് ഒരൊറ്റ സംഭവം പറയാം. എനിക്ക് കോട്ടയത്തൊരു മീറ്റിങ്ങിന് വരണം. ഞാൻ ഹൈറേഞ്ചിലാണ്, ലിസി സിസ്റ്ററൊക്കെ വന്ന് താമസിച്ചിട്ടുണ്ട് എസ്റ്റേറ്റിൽ എൻ്റെ കൂടെ. പ്രൈസ് ജസ്റ്റ് വിസിറ്റ് അവിടുന്ന് വരണം. ബസ്സില്ല, വല്ലപ്പോഴും ഉള്ളൂ. ഒരു ലോറി വന്നു. അപ്പം ലോറി വന്ന് പോവുകയാണ് കോട്ടയത്തിന്. എനിക്ക് കോട്ടയത്ത് മണർകാടാണ് പ്രസംഗിക്കേണ്ടത്. അപ്പം ഞാൻ അവിടുത്തെ ഒരു സീനിയർ ആളാണ്. അതുകൊണ്ട് ഞാൻ ആ വാച്ചറോട് പറഞ്ഞു, എന്നെ കൂടെ കോട്ടയത്തിന് കയറ്റിക്കൊണ്ട് പോകണമെന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അയ്യോ, അവർ വലിയ കാര്യമാണ്. കാരണം ഞാൻ സൈൻ ചെയ്താലേ വണ്ടി അതിനകത്ത് കയറ്റാനൊക്കത്തുള്ളൂ. പ്രൈവറ്റ് ലോറിയാണ്, വെളിയിൽ നിന്ന് വന്നതാണ് തടി കയറ്റാൻ. അപ്പം ഞാൻ റെഡിയായിട്ട് നിൽക്കുക. അപ്പം മൂടൽ മഞ്ഞ വണ്ടി വന്നു. എന്നെ വീട്ടിലുള്ള ആൾ ചെന്ന് പറഞ്ഞു, കൈ ഇങ്ങനെ കാണിച്ചു നിർത്താൻ. നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം നിർത്തി ചവിട്ടിയടിച്ച് വിട്ടുപോയി. എന്നോട് വന്ന് പറഞ്ഞു, സാറേ ഞങ്ങൾ കൈ കാണിച്ചു, ചവിട്ടി വിട്ടുപോയി. മാനസികമായി എനിക്ക് സങ്കടവും തോന്നി, ദേഷ്യവും തോന്നി. സത്യം പറയാം, ദേഷ്യം തോന്നി. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ അവനോട് ഞാൻ നാളെ അവൻ വരും, പൂട്ടിയിട്ട് 2 ദിവസം കഴിഞ്ഞ് വിട്ടാൽ മതി എന്നങ്ങ് പറഞ്ഞു പോയി. മാനുഷിക സ്വഭാവത്തിൽ ഞാൻ പതുക്കെ പുറകെ ബസ്സിലാണ് പോയത്. വെറും 5 കിലോമീറ്റർ ചെന്നപ്പോൾ കണ്ട കാഴ്ച ഞെട്ടിപ്പോയി. എന്നെ ബ്രേക്ക് ചവിട്ടി നിർത്തിയിട്ട് വിട്ടുപോയ ലോറി മണർകാട് ടിമ്പേഴ്സിൻ്റെ ലോറിയാണ്. അതങ്ങോട്ട് ചെന്ന് 5 കിലോമീറ്റർ താഴെ ചെന്നിട്ട് എന്തോ സംഭവിച്ചു. 600 അടി താഴ്ച കൊക്കയിലോട്ട് വീണിട്ട് ഒരു മണ്ണണ്ടപ്പാട്ട് ചളുങ്ങുന്നത് പോലെ ചളങ്ങി. അതിനകത്തിരുന്ന ഡ്രൈവറും കൂടെ ഇരുന്ന ആളും അതിനിടയിൽ അട പോലെയായി. അതങ്ങനെ സംഭവിച്ച 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പുറകെ ഞാൻ ചെല്ലുക, ഒരു 3ാമത്തെ അടയായിട്ട് ഞാൻ വരരുതേ, ഇന്നിവിടെ ഞാൻ ഇവിടെ നിൽക്കാനുള്ളവനാ. ഇത് കണ്ടുകൊണ്ടാ അന്ന് ആ കർത്താവ് ആ വണ്ടി ലോറി നിർത്താഞ്ഞതേ. പലതും കിട്ടാതെ പോയത് ദൈവമക്കളെ, പലതും ആഗ്രഹിച്ചിട്ട് നടക്കാൻ പോയത്, പല ജോലി കയ്യിൽ വന്നിട്ട് പോയത്, ചുണ്ടിനും കപ്പിനും ഇടയിൽ പലതും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഓർത്തുകൊള്ളുക. ഹല്ലേലൂയ, അത് തമ്പുരാന്റെ പ്രോജക്റ്റാ. പലതിനെയും ഒഴിവാക്കിയതാ. നിങ്ങളെ കൊണ്ട് സ്വർഗത്തിന് ആവശ്യമുണ്ട്, ചന്ദ്രൻ ഭാഷയെ കൊണ്ട് ആവശ്യമുണ്ട്, ബേബിച്ചാനെ കൊണ്ട് ആവശ്യമുണ്ട്, നിങ്ങളെ ഓരോരുത്തരെയും കൊണ്ട് ആവശ്യമുണ്ട്. കരങ്ങളെ കുറിച്ച് ദൈവത്തെ സ്തുതിച്ച് ഭാരപ്പെടേണ്ട കാര്യമില്ല. നമ്മുടെ ഓട്ടം നമ്മൾ ധൈര്യത്തോടെ ഓടണം. പ്രൈസ് ദി ലോർഡ്. ധൈര്യത്തോടെ നമ്മൾ ഓടണം. അങ്ങനെ നമ്മൾ ഈ ഓട്ടം നമ്മൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ സാത്താൻ പല പരിപാടി നോക്കും. പക്ഷെങ്കിൽ നമ്മുടെ പൗരത്വം നഷ്ടപ്പെടുത്തരുത്. അത് പറയാനാണ് ഞാൻ ഇത്രയും വന്നത്. സ്വർഗീയ പൗരത്വമുള്ളവരാ നമ്മളെങ്കിൽ സാത്താൻ അറിയാം. അവനെ ചട്ടമൊന്നും കയറി പിടിക്കത്തില്ല. പിന്നെ എവിടെയാണ് ലൂപ്പ് ഫോൾ എന്ന് നോക്കും. എവിടെയാണ് ലൂപ്പ് ഫോൾ അതവൻ നോക്കും. അവൻ ഇത്രയും മെഡിക്കൽ സ്കാനിങ് സ്ക്രീനിങ് ഒക്കെ കണ്ടുപിടിച്ച് നിന്നാ മെഡിക്കൽ സയൻസ്. പണ്ടേ അവനിത് കണ്ടിട്ടുള്ളവനാണ്. പ്രൈസ് ദി ലോർഡ്. അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം വിശ്വസ്തത പുലർത്തണം. ഓട്ടത്തിനകത്ത് സ്പീഡ് കുറയ്ക്കരുതേ. അതിന് പറയുന്നത് ആത്മീയ ഓട്ടത്തിൽ സ്പീഡ് കുറയ്ക്കാതിരിക്കണം. അതിന് പറയുന്ന പേരാണ് വിശ്വസ്തത കുറയരുതേ. എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം. ഞാൻ പറയാൻ വന്ന ആശയങ്ങൾ, ഒരു നല്ല ആശയങ്ങൾ ഇന്നലെ കർത്താവിൻ്റെ ദാസൻ ജേക്കബ് മാത്യുവിടെ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഗ്രഹവിചാരകന്മാരിൽ ആഗ്രഹിക്കുന്നതോ അവർ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയിരിക്കണമെന്നല്ല. ആണോ? ഗ്രഹവിചാരകന്മാരിൽ അന്വേഷിക്കുന്ന എന്താണ്? ദൈവമക്കളൊന്ന് പറഞ്ഞേ, അവർ വിശ്വസ്തരായിരിക്കണം. സ്വർഗീയ മർമ്മങ്ങൾ ഏൽപ്പിക്കപ്പെട്ടവരായി ഇതിനകത്തിരിക്കുന്നവരും ഈ മീറ്റിംഗിൽ പല ദൃശ്യ മാധ്യമങ്ങൾ കൂടി എന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാണുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ എവിടെ ഇരുന്നാലും നിങ്ങൾക്ക് രക്ഷയുടെ പാസ്പോർട്ട് കയ്യിലുണ്ടെങ്കിൽ നിങ്ങളെ സ്വർഗം സ്വർഗീയമായ ചില കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ഗ്രഹവിചാരകന്മാരാ. പക്ഷേ നമ്മൾ വിശ്വസ്തത പുലർത്തണം. ഇല്ലെങ്കിൽ പൗരത്വം നഷ്ടപ്പെടും. പൗരത്വം നഷ്ടപ്പെടുത്തിയാൽ ഓട്ടം ഓടി ചെല്ലാനൊക്കത്തില്ല. വിശ്വസ്തത പുലർത്തണം. ആദാമിന് നഷ്ടപ്പെട്ടത് എന്തുവാ?
വിശ്വസ്തത. അമ്മച്ചിയല്ല കുറ്റക്കാരി. എല്ലാവരും പറയും അമ്മച്ചി ആണ് കുറ്റക്കാരൻ. ഒരു ശ്രേഷ്ഠനായ ദേവദാസൻ എനിക്ക് തമാശ പോലെ തോന്നി. വളരെ അനുഗ്രഹീയ ദേവദാസൻ കഴിഞ്ഞ ആഴ്ച പ്രസംഗിച്ചപ്പം പറഞ്ഞു, എൻ്റെ മകൻ എന്നോട് പറഞ്ഞു, ആ മുതുക്കിയെ കിട്ടിയിരുന്ന മുതുകിന് ഞാൻ 4 ഇടി കൊടുത്തേനെന്ന്. ഔവയുടെ കാര്യമാണ് പറഞ്ഞത്. കൊച്ചൻ പറഞ്ഞതാ അപ്പനോട്, ആ മുതുക്കിയെ കിട്ടിയിരുന്നെങ്കിൽ. അതിനറിയാൻ മേല. അത് ഓർത്ത് ഈ അമ്മച്ചിയെ കുടിച്ചിട്ട് കാണിച്ച നല്ല അച്ചായനാ. തോട്ടം കാക്കാൻ പറഞ്ഞ് കാത്തില്ല, അതിൽ എങ്ങാണ്ട് കറങ്ങാൻ പോയി, അതാ ഉള്ളി കയറി വന്നത്. പ്രൈസ് ദി ലോർഡ്. ഏദൻ തോട്ടത്തിന് വെളിയിൽ അവൻ കയറിയിട്ടില്ല. അവൻ വെളിയിൽ ആകാശത്തിൽ ഇങ്ങനെ ഇറങ്ങുക. അവൻ ഏദൻ തോട്ടത്തിൽ കണ്ടു, ഇതിങ്ങനെ റെഡിയാക്കിയിട്ടിരിക്കുന്നത് കണ്ടു. അതുകൊണ്ടാണ് യഹോവയായ ദൈവം പറഞ്ഞത്, തോട്ടം നീ കാക്കണം, കീപ് ഇറ്റ്. അല്ല വേറെ അവിടെ ശത്രുക്കളോ ആരുമില്ല കയറി വരാൻ. മൃഗങ്ങൾക്കെല്ലാം നല്ല പട്ടു സ്വഭാവം, എല്ലാം വെജിറ്റേറിയൻ. അവിടെങ്ങും വേറെ ആരുമില്ല, മനുഷ്യരുമില്ല. പാമ്പിന് പോലും കുഴപ്പമൊന്നുമില്ല അന്നത്തെ. അപ്പോൾ ഏതോ ഒരുവൻ വെളിയിലുണ്ടില്ലേ, പുള്ളി അത് ശ്രദ്ധിച്ചില്ല. ആദ്യമേ നഷ്ടപ്പെട്ടത് ആദാമിന് വിശ്വസ്തത പോയി. പ്രൈസ് ദി ലോർഡ്. അത് തന്നെയല്ലേ ഇസ്രായേലിന്റെ ഒന്നാമത്തെ രാജാവിനെ നോക്കിക്കേ, ശൗലേ. നഷ്ടപ്പെട്ടത് വിശ്വസ്തത. ദൈവം നമ്പുരാ പറഞ്ഞത് എല്ലാത്തിനെയും കളയാനാ. അവൻ നോക്കിയപ്പോൾ നല്ലതിനെയെല്ലാം മാറ്റി സ്പെയർ ചെയ്തു. അതിനൊരു കാര്യവും കൂടെ പറഞ്ഞു, സ്തോത്രാഴ്ചയ്ക്കാണ്. സ്തോത്രം അല്ലേ? ഈ ന്യായങ്ങളൊന്നും നടക്കത്തില്ല. വിശ്വസ്തത. ഇന്നലെ കർത്താവിന്റെ ദാസൻ പറഞ്ഞില്ലേ, എബ്രായ ലേഖനത്തിൽ പറയുന്നു, മോശ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നു. ആ വിശ്വസ്തത ആ സ്വർഗം എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും ആഗ്രഹിക്കുന്നത്. ഓട്ടം തികയ്ക്കണമോ, വിശ്വസ്തരായിരിക്കണം. മോശയുടെ വിശ്വസ്തയെ കുറിച്ച് കർത്താവിന്റെ ദാസൻ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. എങ്കിലും 3 കാര്യങ്ങളിലാണ് മോശയുടെ വിശ്വസ്തത തെളിഞ്ഞത്. ആ 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തെളിഞ്ഞിരിക്കണം. വിശ്വസ്തത. പ്രൈസ് ദി ലോർഡ്. മോശയുടെ വിശ്വസ്തത. ഒന്നാമത്തെ വിശ്വസ്തത ഒന്ന് വായിച്ച, പുറപ്പാട് പുസ്തകം വായിച്ച സിസ്റ്ററെ, 32:10. ദൈവം ഒരു ഓഫർ കൊടുക്കുക. ഇവിടെ ഈ കടകളിലൊക്കെ ഓഫറില്ലേ, അതുപോലെ ഓഫർ ദൈവത്തിൻ്റെ. അത് ആരാ? ദൈവം നേരിട്ടൊരു ഓഫർ കൊടുക്കുക. 32:10. ആ ആ ഞാൻ അവരെ ദഹിപ്പിക്കേണ്ടത് എന്നെ വിടുക. അടുത്തതേ, ആ നിന്നെ ഞാൻ ഇതുപോലൊരു ജാതിയാക്കാം. എന്നാ വലിയൊരു ഓഫറാണ്. എനിക്കാ കിട്ടിയിരുന്നത്, ഞാൻ ചിന്തിച്ചേനെ. അരക്കൈ നോക്കിയാലെന്നാണ്. ഏതാ? ഇത് നിങ്ങളെല്ലാം കളഞ്ഞേക്കാം. പ്രൈസ് ദി ലോർഡ്. നിന്നെ ഞാൻ ഒരു വലിയ ജാതിയാക്കിയേക്കാം. ഉടനെ മോശ എന്നാ പറഞ്ഞു, എൻ്റെ കർത്താവ് അത് ചെയ്യണ്ട. എന്തുകൊണ്ട് മോശ അത് ഓഫർ ദൈവത്തിൻ്റെതാണെന്നറിയാം. ദൈവം വ്യാജം പറയുന്നവനുമല്ല. പക്ഷെ മോശയ്ക്കറിയാം ദൈവം എന്താ ചെയ്യുന്നറിയാവോ? പ്രൈസ് ദി ലോർഡ്. ദൈവം ഇവൻ്റെ വിശ്വസ്തതയൊന്ന് പരീക്ഷിക്കുക. കാരണം 3-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം മുതലൊന്ന് വായിച്ചാൽ കാണാം ദൈവം ഇവന് കൊടുത്ത കമ്മീഷനിങ് എന്താണ്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം ഒന്ന് വായിച്ചേ. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 7-ാം വാക്യം. ആ അവനോട് സംസാരിക്കുക. ഫസ്റ്റ് ടോക്ക്. മിസ്രയീമിലുള്ള എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു. ആ കേട്ടു. അടുത്ത വാക്യം, ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. ആ ഇതാ ദൈവത്തിന്റെ പ്ലാൻ. ഭൂമിയുടെ മധ്യഭാഗത്ത് കിടക്കുന്ന 7 ജാതികളെ മാറ്റിയിട്ട് ഈ ദേശത്തേക്ക് കൊണ്ടുപോകണമെന്നുള്ള എൻ്റെ പ്ലാൻ. അതുകൊണ്ട് നീ അവരുടെ മുമ്പിൽ നിൽക്കണമെന്ന് പറഞ്ഞതിനെയാണ് ഇവന്റെ വിശ്വസ്തതയൊന്ന് അറിയണം. അതിനാ ദൈവം പറഞ്ഞത്. അവിടെ മോശയ്ക്ക് 100% മാർക്ക് കിട്ടി. ഓവറല്ല. ദൈവമേ അത് വേണ്ട. അവർ ജനം ഇസ്രായേലിൽ കേട്ടാൽ അവർ പറയും, അതുകൊണ്ട് അത് വേണ്ട ദൈവമേ. ഇതാണ് വിശ്വസ്തത. ദൈവമക്കളെ, നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന സ്ഥാനമാനങ്ങളെക്കാൾ കൂടുതൽ അപ്പുറമായിട്ട് എന്തെങ്കിലും തരാമെന്ന് പറഞ്ഞാൽ ഒരു നിമിഷം ഒന്ന് ഇരുന്ന് ശ്രദ്ധിക്കണം. വെദർ ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ടു മീ ഓർ നോട്ട്. സ്തോത്രം. എന്നെ വിളിച്ചിരിക്കുന്നത് അതിനാണോ? വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കണം. വിശ്വസ്തത എവിടെയാണ്? ഓരോരുത്തരെയും കർത്താവ് വിളിച്ചിരിക്കുന്നതിന് ഓരോ ലക്ഷ്യമുണ്ട്.
പ്രൈസ് ദി ലോർഡ്. ബേബിച്ചാനെ വിളിച്ചിരിക്കുന്നത് നേരത്തെ കണ്ടു, ബായി ബ്രദറിനെ വിളിച്ചു കഴിയുമ്പോൾ ഇത് തുടരാൻ, അല്ലാതെ ഇവിടെ കയറി പാസ്റ്ററായിട്ട് നിൽക്കാനല്ല, ഇത് തുടരാൻ. രാജു പാസ്റ്ററെ വിളിച്ചിരിക്കുന്നത് അപ്പന്റെ ബൈബിള് കയ്യിലെടുക്കാൻ. ആ വിളി അദ്ദേഹം കേട്ടു. അങ്ങനെ ഓരോരുത്തരെയും, നമ്മളെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്ന സഹോദരിമാരെ, നിങ്ങളെ വിളിച്ചിരിക്കുന്നതിന് there is a plan and purpose at heaven. അത് നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന സുഹൃത്തുക്കളെ, നിങ്ങൾ ആരായിരുന്നാലും നിങ്ങൾ രക്ഷിക്കപ്പെട്ടോ, നിങ്ങളെക്കുറിച്ച് സ്വർഗത്തിനൊരു പ്ലാൻ ഉണ്ട്. അതിനപ്പുറം എന്തു വന്നാലും അത് വേണ്ട. എന്നെ ആക്കിയത് മോശ വിശ്വസ്തനാന്ന് പറഞ്ഞ ദൈവമാ. സംഖ്യാപുസ്തകം 12:7 നോക്കിക്കേ. തമ്പുരാൻ തീർത്ത് പറയുക. സംഖ്യാപുസ്തകം ബുക്ക് ഓഫ് നമ്പേഴ്സ് ചാപ്റ്റർ 12 verse 7. വിശ്വസ്ത. എൻ്റെ ബെസ്റ്റ്. ദൈവം തമ്പുരാൻ സർട്ടിഫിക്കറ്റ് കൊടുത്തവർ അധികം പേരൊന്നുമില്ല. ഒന്ന് ഇയ്യോവാ സർട്ടിഫിക്കറ്റ് കൊടുത്തത്, ഒന്ന് മോശയാ. എന്താ വിശ്വസ്ത തെളിയിച്ച രണ്ടാമത്തെ കാര്യം? 12-ാം അധ്യായത്തിലുണ്ട്. മോശ ഒരു കൂശ്യ സ്ത്രീയെ വിവാഹം കഴിച്ചു. മോശയും ദൈവവുമായിട്ട് എന്നും സംസാരമുണ്ട്. എന്നും എല്ലാ ദിവസവും മോശയും ദൈവവുമായിട്ട് സംസാരമാണ്. അപ്പം കല്യാണം കഴിച്ചത് മോശ ഇഷ്ടത്തിലില്ല, തമ്പുരാൻ പറഞ്ഞിട്ടാണ്. ദൈവത്തിൻ്റെ പർപ്പസാണ്. മോശ നല്ല സുന്ദരനാ, അറിയാമല്ലോ, പ്രോപ്പർ ചെയ്യൽ സുന്ദരനാ. അപ്പം അതുപോരാ, ദൈവത്തിൻ്റെ പർപ്പസാണ് ഒരു കറുത്ത പെണ്ണിനെ കൂടെ കല്യാണം. അന്നത്തെ കൾച്ചറും ആയിരിക്കാം. എല്ലാം കല്യാണം കഴിച്ചു. കല്യാണം എല്ലാം കഴിഞ്ഞ് വിരുന്നിന് വന്നു കഴിഞ്ഞപ്പോൾ ആർക്കൊക്കെ പിണക്കം, പെങ്ങൊക്കെ പിണക്കം അല്ലേ. ആങ്ങളെ മുമ്പിൽ നിന്ന് നദി കടന്ന് കടൽ കഴിഞ്ഞ് ഇങ്ങനെ ട്രം എടുത്ത് ആദ്യം പാടിയത് പെങ്ങളാണ്. കാരണം ഞങ്ങളുടെ അച്ചായനാ സഭയുടെ പ്രസിഡന്റ് ഇല്ലേ. ഞാൻ ഇന്നത്തെ ഭാഷയിലങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ട്രം എടുത്ത് പാട്ടുമൊക്കെ പാടി വന്നതാ. പക്ഷെ ഈ കറുത്ത നാത്തുവിനെ സ്വീകരിക്കാൻ പുള്ളി റെഡിയല്ല. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിച്ചോണേ. ഉടനെ ഒരു പരിപാടി കണ്ടുപിടിച്ചു, നമുക്ക് വേറെ പരിപാടി തുടങ്ങാം. ശരിയാണോ? ബൈബിളിലുള്ള വാക്യമാണ്, ഞാൻ വെറുതെ ഒന്നും പറയുന്നില്ലല്ലോ. അപ്പോൾ അഹരോനും പറഞ്ഞു, എനിക്കും അത് തോന്നുന്നുണ്ട്, അച്ചായന് എന്തോ ഒരു കന്നന്തിരി ഉണ്ട്, നമുക്ക് മാറാം. സ്വർഗം ഇമ്മീഡിയറ്റ് ആക്ഷനാ. ഇമ്മീഡിയറ്റ് ആക്ഷൻ. അന്നത്തെ കാലത്ത് ശാപത്തിന്റെ ലക്ഷണമല്ല ലെപ്രസി. ഉടൻ കിട്ടി. ആർക്ക് ശാപം? മിരിയാമിന് ശാപം. കുഷ്ഠരോഗിണിയായി. ആൾക്കാർ എന്ന് പറഞ്ഞു, മോശ വിളിച്ച് പറഞ്ഞു, അച്ചായ അങ്കിള് എന്തോ ആണ്ട് അമ്മാമ കുട്ടം പിടിച്ച് കിടക്കുക. മോശ പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്, ഗ്ലോറി, ഹല്ലേലൂയ. ഇങ്ങനെ ഇരിക്കും ദൈവമക്കളോട് കളിച്ചാൽ. അല്ല, അവന്റെ വിശ്വസ്തത കണ്ടോ? മോശ എന്നാ പറഞ്ഞെന്നറിയാവോ? കർത്താവേ, നീ എത്ര വിശ്വസ്തൻ അല്ലേ. നീ പറഞ്ഞ അനുസരിച്ച് ഞാൻ ചെയ്തതിനെതിരായി പറഞ്ഞ് എൻ്റെ പെങ്ങളെ നീ ശരിക്ക് പിടിച്ചു. കർത്താവ് അതുകൊണ്ട് പോരാ, അപ്പുറത്തെൻ്റെ മറ്റൊന്ന് ഇപ്പോൾ ഉണ്ട് സഹോദരൻ, അവനും ശകലം കുഴച്ചിലുകാരനാ. നേരത്തെ ഒരു പണി ഒപ്പിച്ചതാ ഇല്ലേ, ജനത്തെ കുഴച്ചവനാ. ഇപ്പം അവനിട്ടോട് ശകലം കൊടുത്തരേ. എവിടെ കയ്യേലേക്കേ കൊടുത്തോളൂ, അവൻ്റെ നെഞ്ചത്തും കാലിലൂടെ കൊടുക്കാനല്ല പറഞ്ഞത്. എൻ്റെ കർത്താവേ, ഇത് ചാവുള്ള പോലെ ഇരിക്കുന്നേ, ഇതിനെ നീ മാറ്റിത്തരണമേ. എനിക്കും നിങ്ങൾക്കും എതിരായി പറയുന്നവരെ ദൈവം തമ്പുരാൻ തൊട്ടാൽ അതിനകത്ത് നിങ്ങൾ സന്തോഷിക്കരുത്. ഹല്ലേലൂയ. കർത്താവേ, വേണ്ട കർത്താവേ എന്ന് പറയുന്നവനാണ് വിശ്വസ്തൻ. പ്രൈസ് ദി ലോർഡ്. നമ്മളെ വിമർശിക്കുന്നവരെ, നമ്മുടെ സഭയ്ക്കെതിരെ നിൽക്കുന്നവരെ, നമ്മുടെ പ്രശ്നങ്ങൾ, ഈ മീറ്റിങ്ങുകൾക്കെതിരെ പറയുന്നവരെ ദൈവം തൊടും. അത് ദൈവത്തിന്റെ സിസ്റ്റമാ. തൊട്ടിരിക്കും. എന്നാൽ അത് കണ്ട് സന്തോഷിക്കാനല്ല സ്വർഗം വിശ്വസ്തരെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മൾ അതിൽ ദുഃഖിക്കണം, പ്രാർത്ഥിക്കണം. അതാണ് മോശയുടെ രണ്ടാമത്തെ വിശ്വസ്തത. കരങ്ങളെ കുറിച്ച് ദൈവത്തിന് സ്തുതിച്ചാട്ട്. മൂന്നാമത്തെ വിശ്വസ്തത അതിനേക്കാൾ ഭയങ്കരമാണ്. നമുക്കറിയാവുന്ന വാക്യമാണ്. മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനം. മോശയെക്കുറിച്ച് നിങ്ങൾക്കെല്ലാം അറിയാം. എങ്കിലും ഞാൻ 4-5 വീട്ടിലോടൊന്ന് പറഞ്ഞു തീർത്തട്ടെ. എന്താണ് ക്രിസ്തുവിൻ്റെ ഈ മിസ്രൈമിലെ നിക്ഷേപം? ഇതാരാ? ചരിത്രത്തിലേക്ക് തിരികെ കാണാം. ഫറവോൻ്റെ മകൾ വിവാഹിതയാണോ എന്നറിയത്തില്ല, എങ്കിൽ വിവാഹിതയാണെന്നുള്ളതിന് ഒരു റെക്കോർഡുമില്ല ഈ രാജ്ഞി. പക്ഷെ അവൾക്ക് സ്വന്തമായി കൊട്ടാരവും സാമന്തര സൈന്യവും ഉണ്ടായിരുന്നുവെന്നാണ് പൂർവകാല ചരിത്രം പറയുന്നത്. ഷി വാസ് എൻ ഇൻഡിപെൻഡന്റ് ക്യൂൻ. സ്വന്തമായിട്ട് സൈന്യം ഉണ്ടായിരുന്നു. ഒരുപക്ഷെ അവളുടെ അംഗരക്ഷയ്ക്കായിരിക്കാം. സൈന്യമുണ്ട്, കൊട്ടാരമുണ്ട്, എല്ലാം ഉണ്ട്. അങ്ങനെയുള്ള ഒരാളാണ്. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇവൾക്ക് മക്കളുള്ളതായിട്ട് ബൈബിളിലില്ല. മക്കളില്ല, അല്ലെങ്കിൽ ഇവനെ മകനാന്ന് പറഞ്ഞ് വളർത്തത്തില്ല. അപ്പോൾ മക്കളില്ലാത്ത ഒരു രാജ്ഞി. അവൾ ആരാ? നല്ല സുന്ദരി. ഈ അന്നത്തെ ഈജിപ്തിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത് ഇന്നത്തെ കെയ്റോ അല്ല.
അന്നത്തെ ഈജിപ്തിൻ്റെ തലസ്ഥാനത്തിൻ്റെ പേരാണ് ലക്ഷോർ. ലക്ഷോർ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്നാണെന്നറിയാവോ? സുന്ദരികളുടെ നാട്. അപ്പോൾ അവിടുത്തെ ഈജിപ്ഷ്യൻ ലേഡീസ് എല്ലാം സുന്ദരികളാണ്. ഈ ലക്ഷോർ എന്ന പേര് ആ ബിസിനസ്സുകാരെടുത്ത് എൻ്റെ അങ്ങോട്ട് കളഞ്ഞിട്ട് ഒരു പെണ്ണിൻ്റെ പടം വിട്ടിട്ട് സോപ്പിൻ്റെ പേര് വിട്ട് അടിച്ചിറക്കിയത്. പ്രൈസ് ദി ലോർഡ്. അറിയാമല്ലോ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവിടുത്തെ സുന്ദരിയായ രാജ്ഞി, അവൾക്ക് മക്കളില്ലെങ്കിലും നോക്കിക്കേ, മനഃശാസ്ത്രം എല്ലാം പറയുന്നത് ഒരു സ്ത്രീ പ്രായപൂർത്തിയായാൽ വിവാഹം കഴിച്ചാലും ഇല്ലെങ്കിലും, വിവാഹമില്ലെങ്കിലും ഉണ്ടെങ്കിലും അനുഭവസ്ഥരിക്കുന്നത് അവൾക്കൊരു തേഷ്ട് അവളുടെ ഉള്ളിലുണ്ടാകും. ഒരു സ്ത്രീ പ്രായപൂർത്തിയായാൽ അവൾക്കൊരു മാതൃത്വത്തിൻ്റെ ദാഹമുണ്ടാകും. സ്തോത്രം. അതെ, സെക്സ്വലായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. ഇറ്റ് ഈസ് ദ തേസ്റ്റ് ഓഫ് മദർഹുഡ്. ഒരമ്മയാകാൻ ഒരു പ്രായപൂർത്തിയായ സ്ത്രീക്ക് ഇനി വിവാഹം വേണ്ടെന്ന് വെച്ചാലും വിവാഹത്തിലായില്ലെങ്കിലും അവളുടെ ഉള്ളിൽ ഒരു നൈസർഗീയ നാച്ചുറൽ ടേസ്റ്റ് ഉണ്ടാകും. ദൈവത്തിൻ്റെ പരിപാടി എന്നാ അറിയാവോ? തമ്പുരാൻ പണ്ടൊരു വാക്ക് പറഞ്ഞതിൻ്റെ വാക്കിയാ, നീ വേദനയോടെ മക്കളെ പ്രസവിക്കും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് ഈ ലേഡീസിനെല്ലാം ഏത് രാജ്യത്തായാലും, ദൈവമില്ലെന്ന് പറയുന്നവനായാലും ദൈവദാസന്മാരെ ദുഷിക്കുന്നവരായാലും ഒരു ലേഡിയാണോ അവളിലൊരു ദാഹം ഉണ്ടാകും. ഇവളിലും ഈ ദാഹം ഉണ്ടാകും. അതുകൊണ്ടാണ് ഇവനെ മകനാക്കിയത്. ഫറവോന്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കാൻ പറഞ്ഞു. ഇവനെ വേറെ ഒന്നും, അവൻ ഓർഡർ കൊടുത്തു, ഇവനെ വിളിക്കേണ്ടത് എൻ്റെ മകനെന്ന് വിളിക്കണം. എന്തെല്ലാം സൗഭാഗ്യങ്ങളാണ് കൊട്ടാരത്തിലുള്ളതല്ലേ. ഇനി ഒരു കാര്യം ഞാൻ പറയാം. ഇവൻ ചെയ്ത പരിപാടി ഇതെല്ലാം കൂടി ത്രാശയിലോട്ട് വെച്ചു. ഇവന് കൊട്ടാരത്തിൽ കിട്ടാവുന്ന സകല സൗകര്യങ്ങളും സുഖങ്ങളും ഭാവി ഹല്ലേലൂയ കിട്ടുവാൻ പോകുന്ന ഈജിപ്ഷ്യൻ സുന്ദരിമാർ, സേവകർ, സ്ഥാനങ്ങൾ, താൻ പഠിച്ച സകല വേലകളും, കരോട്ട പഠിച്ചു, ശരീരം മമ്മിയാക്കാൻ പഠിച്ചു, മന്ത്രവാദം പഠിച്ചു, ഇതെല്ലാം ഉണ്ട് അവിടെ. മിസ്രൈമിലെ സകല വിദ്യകളും അഭ്യസിച്ചു. ഇതെല്ലാം കൂടെ ഒരു ത്രാശി വെച്ചിട്ട് മറ്റേ ത്രാശിലോട്ട് എന്തോ വെച്ചെന്നറിയാമോ? ക്രിസ്തുവിന്റെ നിന്ന വെച്ചപ്പം അപ്പുറത്ത് വെച്ചതിന് 100 കിലോ, ഇപ്പുറത്ത് വെച്ചതിന് 500 കിലോ തൂക്കം. ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്ന് എണ്ണണം ദൈവമക്കളെ. ചെറുത് മുതൽ വലുത് വരെ എണ്ണണം. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനം. എനിക്ക് നിങ്ങളുടെ ആരുടെയും പേരൊന്നും എനിക്ക് അറിയാമല്ലോ. ഞാൻ പറയുക, വേവിച്ചാൻ്റെ അമ്മാമ്മ ഇന്നലെ രാവിലെ വന്നതാ, ഞങ്ങൾ ഒന്നിച്ചിറങ്ങിയതാ. ആൻറ്റി പ്രൈസ് ദി ലോർഡ്. ഇന്നലെ രാവിലെ വന്നിട്ട് വൈകുന്നേരം രാത്രി 9:30 തിരിച്ചു വന്നത്. നല്ല സുന്ദരമായ വീട്. ഞാൻ ചിന്തിച്ചു, നല്ല ബെസ്റ്റ് പുതുക്കി പണിത ബെഡ്റൂമേ, പാൻട്രിക്കകത്ത് ഇഷ്ടം പോലെ 15 ആഴ്ച തിന്നാനുള്ളതുണ്ട്. ഇതെല്ലാം ഇട്ടേച്ച് ഇവിടെ വന്നിരുന്നു. എന്നാ ഇതെല്ലാം കൂടെ ഒരു ത്രാശയിലോട്ട് വെച്ചു. ഇപ്പുറത്തെ ദൈവമക്കളുമായിട്ടുള്ള കൂട്ടായ്മ, ഇപ്പുറത്ത് വേറൊരു ത്രാശയെ വെച്ചു. ഇതിനെ പറ്റി അത് ഈ കർത്താവിൻ്റെ ദാസൻ ഇത് തന്നെയാണ് ചെയ്തത്. ഈ ചെയ്തവരുടെ എല്ലാ കാര്യം ഞാൻ പറയുക. ആ വീട്ടിലെ സുഖങ്ങളെല്ലാം ഒരു ത്രാശയെ വെച്ചിട്ട് ഇപ്പുറത്തെ ഈ കൂട്ടായ്മ വെച്ചപ്പോൾ ഇവിടെ വെയിറ്റ് കണ്ടപ്പം അതെനിക്ക് വേണ്ട, ഇത് മോശ തന്നെയല്ല. വിശ്വസ്തത തെളിയിക്കുന്ന ദൈവമക്കൾ ആത്മീയത്തിന് വെയിറ്റ് കൊടുത്താൽ, ആത്മീയ കാര്യങ്ങൾ, ആരാധനയ്ക്ക്, കർത്താവിനെ സ്തുതിക്കുവാൻ, സുവിശേഷ വേലയ്ക്ക് വെയിറ്റ് കൊടുത്താൽ എന്റെയും നിങ്ങളുടെ ഓട്ടം ശരിയായ വിധത്തിലാണ്. പ്രൈസ് ദി ലോർഡ്. മോശ ദൈവഭവനത്തിലൊക്കെ വിശ്വസ്തൻ. വിശ്വസ്തത തെളിയിക്കണമെങ്കിൽ നമ്മൾ പത്രോസ്ലീഹ പറയുന്നു, അനുസരിക്കണം. അല്ലാതെ വിശ്വസ്തത തെളിയത്തില്ല. ദൈവത്തെ അനുസരിക്കണം. നോക്കിക്കേ, നമ്മുടെ സമയം പോകണി. ഞാൻ ഈ ഓട്ടത്തിനകത്തൊരു വലിയ പ്രശ്നങ്ങൾ വരും. നമ്മൾ ഓടിത്തീരാൻ പോവുക. നിങ്ങൾ ഈ കടലിലേക്ക് നദികൾ വന്ന് ചേരുന്ന സ്ഥല സൗകര്യം കിട്ടിയാൽ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഒന്ന് കാണണം. കടലിലേക്ക് നദികൾ വന്ന് ചേരുന്ന സ്ഥലം, അനേകം മൈൽ ദൂരെ നിന്നും നദി ഇങ്ങനെ ഒഴുകി വരും. ഒഴുകി വന്നതാ ഓഷ്യനിലോട്ട് കയറാൻ പോവുക. ആ കയറുന്നിടത്തുണ്ടല്ലോ എന്തെല്ലാം പ്രശ്നങ്ങളെന്നറിയാവോ? ശാന്തമായിട്ട് വരുന്ന നദിയാണ്. അത് ഈ കടലിലോട്ട് കയറാൻ വരുമ്പം അവിടെ ഭയങ്കര ഓളങ്ങളെ, ബഹളങ്ങൾ. എന്താണെന്നറിയാവോ? ഈ കടലിൻ്റെ പ്രഷർ ഇങ്ങോട്ട് വരിക. കടലെന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് മൈല് വെള്ളം ഇങ്ങനെ തള്ളി വരിക. നദിയിലെ വെള്ളം എന്ന് പറഞ്ഞാൽ പ്യുവർ വാട്ടറാ, ക്ലീൻ വാട്ടറാ. ആ ക്ലീൻ വാട്ടറിനകത്തെ ശുദ്ധജലമാണ് നദിയിലേത്. അത് വേണേൽ നമുക്ക് കുടിക്കാം. പക്ഷെ കടലിലേത് അതല്ല. അത് സോഡിയം ക്ലോറൈഡ് ഉണ്ട്, അതിനകത്ത് സിങ്ക് ഉണ്ട്, അതിനകത്ത് മഗ്നീഷ്യം ഉണ്ട്. ഡിഫറൻ്റ് അതിൻ്റെ ഖനം, അതിൻ്റെ ഡെൻസിറ്റി വേറെയാണ്. ഈ വേറെ ഡെൻസിറ്റിയുള്ള വെള്ളം ഇങ്ങോട്ട് വരിക. പക്ഷെ അതിന് ആ മജോറിറ്റിയുള്ള വെള്ളത്തിൻ്റെ പ്രഷർ ഇങ്ങോട്ട് വരുമ്പോൾ ഈ കൊച്ചു നദി അങ്ങോട്ട് കയറാൻ പോകുമ്പം അവിടുത്തെ പ്രഷർ വരുന്നത് പോലെ നമ്മൾ നോക്കിക്കേ, ഒരു വലിയ സമുദ്രം മുമ്പിൽ കിടക്കുമ്പോൾ വെള്ളം
നദിയിൽ കൂടെ വെള്ളത്തിന് 2 ടൈപ്പ് ഉണ്ട്, അറിയാമോ? വെള്ളത്തെ നദിയുടെ നടുവിൽ കൂടി ഒഴുകുന്ന വെള്ളം, അത് വലിയ ബഹളത്തിൽ ഒഴുകുന്ന വെള്ളമാണ്. വേറെ സ്റ്റിൽ വാട്ടർ ഉണ്ട്, ശാന്തജലം. അവിടെയാണ് സ്വച്ഛജലം എന്നൊക്കെ 21-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞ സ്റ്റിൽ വാട്ടറെ, അത് നദിയുടെ സൈഡിൽ കൂടെ ശാന്തമായിട്ട് പോകുന്നതാണ്. അതാ ദൈവമക്കൾ. പ്രൈസ് ദി ലോർഡ്. ഈ ലോകമാകുന്ന നദിയിൽ ശാന്തമായിട്ട് ഒഴുകുക, മറ്റേത് പോവുക ഏതാ? മഹോപദ്രവമാകുന്ന സമുദ്രത്തിലോട്ട് വീഴാൻ. പ്രൈസ് ദി ലോർഡ്. ഇത് ക്രിസ്തുവിൻ്റെ ഭരണമാകുന്ന സമുദ്രത്തിലോട്ട് വീഴാൻ ഈ ലോകമക്കൾ ഇങ്ങനെ ഓടുക. നമ്മളതിൻ്റെ സൈഡിൽ കൂടെ സ്റ്റിൽ വാട്ടർ എന്നാ അറിയാവോ? അവിടെ വരുമ്പോൾ നമ്മൾ ഇവാപ്പറേറ്റ് ചെയ്ത് മേലോട്ട് പോകും. പ്രൈസ് ദി ലോർഡ്. നമ്മളെ ആ കടലിലോട്ട് കയറ്റി വിടത്തിൽ എൻ്റെ ദൈവം. ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ആ കടലിന് വരുമ്പോഴത്തേക്കും എന്നെയും നിങ്ങളെയും രൂപാന്തരപ്പെടുത്തും. ഈ വെള്ളം ഇവാപ്പറേറ്റ് ചെയ്ത് മേലോട്ട് പോകുന്നത് പോലെ ആ കടൽ, മഹോപദ്രവമാകുന്ന കടലിലേക്ക് കയറാൻ മറ്റു വെള്ളം കയറുമ്പോൾ സൈഡിൽ കൂടി ശാന്തമായി ആത്മാവിൽ ഒഴുകുന്ന നദിയുണ്ടല്ലോ, ഈ ദൈവനദി, ഈ ദൈവസഭ, ആ സഭ ഇവാപ്പറേറ്റ് ചെയ്ത് മേലോട്ട് പോകും. പക്ഷേ അതുവരെയും ഈ കടലിന്റെ പ്രഷർ നമ്മൾ സഹിച്ചേ തീരൂ. പ്രഷർ നമ്മൾ സഹിക്കണം. എന്തെല്ലാം പ്രശ്നങ്ങളാ അല്ലേ? എല്ലാം ഒന്നും ഞാൻ പറയുന്നില്ല, സമയം കറക്റ്റ് ടൈം പാലിക്കണം. കുടുംബ പ്രശ്നം ഇതിനകത്തുള്ളതാ ഇല്ലേ? ഫാമിലി പ്രോബ്ലം, എന്തെല്ലാം വിധത്തിലാ ഫാമിലി പ്രോബ്ലം ഇല്ലേ? വീട്ടിലൊരാൾക്ക് അസുഖം, എക്കണോമിക്കൽ പ്രോബ്ലം, മക്കളെ കുറിച്ചുള്ള ഭാരം, ജോലിയെക്കുറിച്ചുള്ള ഭാരം ഇല്ലേ? ജീവിതത്തിൽ ഒരു പ്രശ്നവും ഇല്ലാത്തവരുണ്ട്, കൈവക്കണം. എന്തായോ? ആ സഹോദരനെ കൊണ്ട് ഫോട്ടോ എനിക്ക് എടുക്കണം, എന്നിട്ട് അതിൻ്റെ എല്ലാവരും ചെയ്ത് കാട്ടിക്കൊണ്ടുപോകാനാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഒരു പ്രശ്നവും എനിക്കില്ലെന്നോ ആരെങ്കിലും ഉണ്ടെന്ന് കൈപൊക്കി കാണിച്ചാൽ വളരെ സഹായമായിരുന്നു. എന്തിനാന്ന് ചോദിച്ചെന്നാൽ എനിക്കൊരു പടം എടുക്കാനായിട്ടാണ്, എവിടെ കൊണ്ട് കാണിക്കാനാ. പക്ഷെ എന്താ അറിയോ, ജീവിതത്തിൽ ഒരു പ്രശ്നവും ഇല്ലെങ്കിൽ പ്രൈസ് ദി ലോർഡ് പിന്നെ വേറെ ആരുമില്ല. കൈ എടുക്കണ്ട, ക്യാമറ എടുക്കണ്ട. ലോകത്തിൽ ആദാമിൻ്റെ സന്തതിയായി ജനിച്ചതിൽ ഒരു പ്രശ്നവുമില്ല, ഒരൊറ്റ ആളേ ഉള്ളൂ. ഒറ്റ വ്യക്തി. പുള്ളിക്ക് രോഗമില്ല, കഷ്ടമില്ല, ഞെരുക്കമില്ല, പട്ടിണിയില്ല, യാതൊരു അസുഖവുമില്ല, പരമസുഖം, സുഖം സുഖം. അറിയാവുന്ന അറിയാം, പുള്ളിക്ക് ഒരു കഷ്ടതയില്ല. അറിയാമല്ലോ ആരാന്ന്? നമ്മുടെ ദാവീദ് രാജാവിൻ്റെ മോൻ ശലോമോൻ ഇല്ലേ? പക്ഷേ ദുഃഖം കേട്ടോണം, വിശ്വാസവീരന്മാരുടെ പട്ടികയ്ക്കകത്ത് നമുക്കറിയാം കയറാൻ പാടില്ലാത്തവരൊക്കെ കയറിയെങ്കിൽ ഈ പുള്ളിയായില്ല, ആൾ ഔട്ടാ. സ്തോത്രം. ഒടി പുള്ളി പറഞ്ഞ എല്ലാം മായയാണെന്ന് ഇല്ലേ? നമ്മളോടെല്ലാം പറഞ്ഞ് അപ്പനെ അനുസരിക്കണം, അമ്മയെ അനുസരിക്കണം, പരസ്ത്രീയെ നോക്കരുത്, അതാ ഇതാന്ന്. പുള്ളി ഒടുങ്ങി പറഞ്ഞ് എല്ലാം മായയാ. എന്താ? പുള്ളി സംഗതി താഴെ പോയി. പ്രശ്നങ്ങളില്ലെങ്കിൽ ആ വ്യക്തി, അതിനാണ് ഞാൻ പടം എടുക്കാൻ പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കൊക്കെ പ്രശ്നമുള്ളതെന്നറിയാവോ? മുമ്പേ പറഞ്ഞതാ, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, ധൈര്യപ്പെടുകയും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കും. നമ്മൾ ക്രിസ്തുവിൻ്റെ അനുയായികളാകണമെങ്കിൽ, ഇഫ് വി വാണ്ട് ടു ബി എ ക്രിസ്ത്യൻ, ക്രിസ്ത്യൻ മീൻസ് എ പേഴ്സൺ ഫോളോസ് ക്രൈസ്റ്റ്. ക്രിസ്തു പോയതുപോലെയാണെങ്കിൽ കഷ്ടം വരും. പ്രത്യേകിച്ച് ഇത് അന്ത്യകാലം തീരാൻ പോവുക, മഹോപദ്രവമാകുന്ന സമുദ്രം കൺമുമ്പിൽ. ഈ തലമുറയിൽ, ഓൺ ദിസ് ജനറേഷൻ, ഈ തലമുറയിൽ, മക്കളുടെ കാലത്തല്ല, നമ്മുടെ കാലത്താ. പ്രൈസ് ദി ലോർഡ്. ഞാൻ എവിടെ ചെന്നാലും എനിക്ക് ആ കാര്യം പറയാൻ ഞാൻ പോകത്തില്ല. എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യമാ. സമയം കിട്ടുകയാണെങ്കിൽ തെളിയിക്കുകയും ചെയ്യും ഞാൻ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ മഹോപദ്രവമാകുന്ന കടലിനെ നേരെ കാണാം. അതിനകത്ത് വീഴാതിരിപ്പാൻ നമ്മുടെ ഓട്ടത്തിൽ ഈ പ്രഷർ വരും, കുടുംബ പ്രശ്നം വരും, രോഗം വരും, ഭാരം വരും. അവിടെയെല്ലാം പിടിച്ചു നിൽക്കണമെങ്കിൽ ദൈവത്തോട് വിശ്വസ്തത പുലർത്തുവാൻ ദൈവത്തെ അനുസരിക്കണം. പത്രോസ്ലീഹ പറഞ്ഞത് എന്താ? ദൈവത്തെക്കാൾ നിങ്ങളെ അനുസരിക്കേണ്ട ഒരാവശ്യവും എനിക്കില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, അനുസരണമുള്ള മക്കളായി, വിശ്വസ്ത മക്കളായി നമ്മൾ ഓടുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ ഓട്ടത്തിന് പ്രഷർ സ്വാഭാവികമായിട്ട് ലഭിക്കും. ഓടുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ നാളെ ചിന്തിക്കാൻ പോകുന്നത്. ഓട്ടക്കാരൻ നേരിടുന്ന പ്രോബ്ലം ഉണ്ട്, അതാണ് നമ്മൾ നാളെ ചിന്തിക്കാൻ പോകുന്നത്. ഇന്നെനിക്ക് പറയാനുള്ളത്, വിശ്വസ്തയോടെ ഓടണം. പിന്നെ ഓട്ടത്തെ തകർക്കുന്ന വേറൊരു പരിപാടി ഉണ്ടറിയോ? ഈ കാണികൾ നിന്നോട്ട് നോക്കുമ്പോൾ അങ്ങോട്ട് നോക്കരുത്. സ്തോത്രം. ഓടുക. ഓടുമ്പോൾ പേരുള്ളവർ വിളിച്ചു പറയും, മാമച്ചാ ഇങ്ങോട്ട് നോക്കിയാൽ പോയി. ഈ ലോകത്തിലെ ദൈവമക്കളുടെ ഓട്ടം നടത്തുന്ന കാണികളുടെ പേരാ മോഡേണിസം. പ്രൈസ് ദി ലോർഡ്. ആത്മീയത്തിൽ മോഡേണിസമില്ല, ഒന്നേ ഉള്ളൂ, ദൈവവചനം. പ്രൈസ് ദി ലോർഡ്.
മോഡേണിസം ലോകത്തില, ആത്മീയത്തിലില്ല. ആരാധനയ്ക്ക് മോഡേണിസമില്ല, പ്രാർത്ഥനയ്ക്ക് മോഡേണിസമില്ല, വചന ശുശ്രൂഷയ്ക്ക് മോഡേണിസമില്ല. അതെല്ലാം എന്താണെന്നറിയാമോ? അതെല്ലാം ലോകത്തിലേതാ. ആരാധന, ആത്മീയ ജീവിതത്തിന് ഒറ്റ മോഡലേ ഉള്ളൂ, ക്രിസ്തുവിന്റെ മോഡൽ, അപ്പോസ്തോലിക ഉപദേശം. അത് വിട്ടുവരുന്നതെല്ലാം ഓർത്തോണം. വെളിയിൽ നിന്ന് വിളിക്കുക, അങ്ങോട്ട് നോക്കാൻ, ഓട്ടം തെറ്റിക്കാൻ. ഓട്ടം തെറ്റിക്കാൻ. അതിൻ്റെ നല്ല ഉദാഹരണമാണ് നമ്മുടെ ദാനിയേൽ. അറിയാവോ? മോഡേണിസം വിളിച്ചു, ഒന്നാം തരം ഭക്ഷണം തരാം, പ്രൈസ് ദി ലോർഡ്, ബെസ്റ്റ് ഫുഡ് തരാം. പുള്ളി പറഞ്ഞു ആ പരിപാടി വേണ്ടെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. എനിക്കത് വേണ്ട, നിൻ്റെത് ഞാൻ കഴിച്ചാൽ എൻ്റെ കൃപ പോകും. പ്രൈസ് ദി ലോർഡ്. ഈ ആർജവം നമുക്കുണ്ടെങ്കിലേ നമ്മൾ ഓടത്തുള്ളൂ. നമ്മളെ ദൈവമക്കളെ ചുറ്റിക്കുന്ന ഒരു പരിപാടിയാണ് ദൈവമക്കളെ എന്ന് പറഞ്ഞാൽ പഴയ ഫാഷനിൽ പോകണമെന്നല്ല, ആത്മീയ വിഷയത്തിൽ മോഡേണിസം പാടില്ല. അത് അപ്പോസ്തലിക ഉപദേശത്തിൽ തന്നെ നിൽക്കണം. നടത്തുന്ന ദൈവദാസന്മാരെ അനുസരിച്ച് തന്നെ പോകണം. അവരുടെ പ്രായമല്ല നോക്കേണ്ടത്, അവരിൽ നിക്ഷിപ്തമായിരിക്കുന്ന പവറാണ് നോക്കേണ്ടത്, അവരുടെ അതോറിറ്റിയാണ് നോക്കേണ്ടത്, അവരുടെ വിദ്യാഭ്യാസമല്ല നോക്കേണ്ടത്, അവരുടെ കഴിവല്ല നോക്കേണ്ടത്, അവർ അക്കൗണ്ടബിളാ. അപ്പോൾ എബ്രായർ 13:17 പറഞ്ഞത് അവർ കണക്ക് ബോധിപ്പിക്കാനുള്ളവരാ. നമ്മുടെ ഓട്ടം നമുക്ക് വിശ്വസ്തയോടെ ഓടാം. കാലം ഇവിടെ തീരുന്നു. ഈ തലമുറ കർത്താവിൻ്റെ വരവിൻ്റെ തലമുറ. രാഷ്ട്രീയ അടയാളങ്ങളാണ് വൈകുന്നേരം ഞാൻ പറഞ്ഞ് ആരംഭിക്കുവാൻ ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഒരു വലിയ പ്രതിസന്ധിയിൽ നിൽക്കുകയാണ്. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, കൊറോണയുടെ 3 കാര്യങ്ങൾ പറഞ്ഞു. കൊറോണ തീർന്നേക്കാം, അതിൻ്റെ വേർഷം വേറെ വരും, വന്നേ തീരൂ. കാരണം വചനം നിവർത്തിക്കണം. മനുഷ്യൻ്റെ ശൈലി മുഴുവൻ മാറ്റിയില്ലേ? ലൈഫ് സ്റ്റൈൽ മാറ്റുക. എന്തിനാ? വേറൊരു ഡിസിപ്ലിനായിട്ട് കൊണ്ടുവരിക. ഒറ്റ ഡിസിപ്ലിനെല്ലാം മാറ്റിക്കൊണ്ടുവരിക. വളരെ വേഗം 1.5 വർഷം കൊണ്ട് ഇത്രയും പരിപാടി ചെയ്തെങ്കിൽ ആ കാര്യത്തിൽ നോക്കിക്കേ, വളരെ വേഗം ഇനിയും മാറും, സിസ്റ്റങ്ങളെല്ലാം മാറും. സ്നേഹബന്ധങ്ങളെ ഒലയ്ക്കണം, അതാണ് അവൻ്റെ പരിപാടി. ദൈവത്തിൻ്റെ അനുകാരികളാകുക എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പിന്നെ എങ്ങനെയാ ദൈവത്തെ അനുകരിക്കുന്നത്? നമ്മളാരും ദൈവത്തെ കണ്ടിട്ടില്ല. ആൾ ദൈവങ്ങളുണ്ട്, ആ കാര്യമല്ല. ആൾ ദൈവങ്ങൾ ഒത്തിരിയുണ്ട്, അത് അന്ത്യകാലത്തെ ലക്ഷണവുമാണ്. ഞാൻ കഴിഞ്ഞ മാസത്തിൽ വെച്ച നാട്ടിൽ വെച്ച കഴിഞ്ഞ വർഷം ഒരാൾ ദൈവം പറഞ്ഞു എനിക്ക് സുഖമില്ല പ്രാർത്ഥിക്കാൻ. അതൊക്കെയുണ്ട് കാലത്തിൽ. എന്നാൽ അതല്ല ഞാൻ പറയുന്നത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഇന്ന് നമ്മൾ നിൽക്കുന്ന ഈ ലോകത്തിൽ മഹോദരത്തിൻ്റെ തൊട്ട് മുമ്പിൽ നിൽക്കുന്നതിനാൽ വലിയ കോളിളക്കങ്ങൾ ഇവിടെ സംഭവിക്കും. ഇനിയും ഉണ്ടാകും പ്രശ്നങ്ങൾ. ഇതൊന്നും കണ്ട് നമ്മൾ പേടിക്കേണ്ട. നമ്മൾ ഓടാനുള്ളവരാണ്. വചനത്തിൽ മാത്രം ഉറയ്ക്കണം, വേറെ ഒന്നിനകത്തും കയറി പോകരുത്. വചനത്തിൽ മാത്രമായിരിക്കണം. ഞാൻ സംസാരിക്കുന്ന തോമസ് മാമൻ വചനത്തിൽ നിന്ന് ഒരു ഇഞ്ച് മാറിയെങ്കിൽ നിങ്ങൾ എന്നെ കേൾക്കരുത്. പ്രൈസ് ദി ലോർഡ്. ദൈവവചനമാണ് നമ്മുടെ ബേസ്. അല്ലാത്തതെല്ലാം വ്യാജമാ, അല്ലാത്തതെല്ലാം ഡ്യൂപ്ലിക്കേറ്റാ. വചനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് വിശ്വസ്തയോടെ ഓടണം. വലിയ പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ വരുന്നുണ്ട്, പക്ഷെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവ് എന്തിനാ? അതിൽ നേടാനാ. നമ്മൾ ദൈവത്തെ അനുകരിക്കണം. എൻ്റെ അനുകാരികളാകുകയും നിങ്ങളെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ സമയം തീർന്നു, ഞാൻ നിർത്തുകയാണ്. പക്ഷെ ദൈവത്തെ അനുകരിക്കേണ്ടത് എങ്ങനെയാണെന്നോട് 2 മിനിറ്റ് കൊണ്ട് പറയാം. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. വെളിപ്പെടുത്തിയത് പുത്രനാണല്ലോ. എന്താണ് പറഞ്ഞത്? യോഹന്നാന്റെ ലേഖനത്തിലുണ്ട്, ദൈവം സ്നേഹമാണ്. ദൈവത്തെ 3 വിധത്തിൽ വേദപുസ്തകത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. 1, പ്രൈസ് ദി ലോർഡ്, ദൈവം ബൈ ലൈഫ്, ദൈവം ആത്മാവാ. ബൈ ബോഡി, ഗോഡ് ഈസ് ലൈറ്റ്. ദൈവം വെളിച്ചമാണ്, ദൈവം ആത്മാവാ. ക്യാരക്ടർ വൈസ് ദൈവം സ്നേഹമാണ്. ആ സ്നേഹം നമ്മിലുണ്ടോ, നമ്മൾ ദൈവത്തെ അനുകരിക്കും. ആ സ്നേഹത്തിൽ നമുക്ക് നിൽക്കാം. പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലുള്ള പരമവിളിയുടെ ലാക്കിലേക്ക് നമുക്ക് ഓടാം. ഈ വചനങ്ങളാൽ കർത്താവ് സഹായിക്കട്ടെ.